ആ, നമസ്കാരം. നമസ്കാരം. നമ്മുടെ YAP 9.0യുടെ ഭാഗമായിട്ടുള്ള തീമാറ്റിക് ടോക്ക് ആണ് നമ്മൾ ഇന്ന് ഇവിടെ നടത്താൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് തീമാറ്റിക് സെക്ഷൻ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ന് രണ്ടാമത്തെ ദിവസമായിട്ടാണ് രണ്ടാമത്തെ തീമാറ്റിക് ടോക്കാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ തീം എന്ന് പറഞ്ഞാൽ പ്രോബ്ലം ഓഫ് ചിൽഡ്രൻ ആണ്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ അരുൺ സാറാണ്. അരുൺ ബി നായർ സാറ്. സാറ് മെഡിക്കൽ പ്രൊഫസറാണ് ഫിസിയോതെറാപ്പിയുടെ. സാറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് നിന്നാണ്. അപ്പോ നമ്മുടെ ഈ തീമാറ്റിക് ടോക്കിനെയും നമ്മുടെ സാറിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാനായി YAPയുടെ പ്രോഗ്രാം ഹെഡ് ആയിട്ടുള്ള ബിജു പെരുമാനന്ദൻ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു യു സർ. താങ്ക് യു കുമരേഷ്. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ടു ഓൾ. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ 9.0 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് 27 തീംസ് ആണ് നമുക്കുള്ളത്. അതിൽ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ എന്ന തീമിനെ പറ്റി സംസാരിക്കാൻ വിശിഷ്ടായി എത്തിയിട്ടുണ്ട് ഡോക്ടർ അരുൺ ബി നായർ. അദ്ദേഹം പലർക്കും സുപരിചിതനായിരിക്കും. കാര്യം TV-യിലും അതുപോലെ തന്നെ റേഡിയോയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി പ്രൊഫസറാണ്. അതോടൊപ്പം തന്നെ ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഓണററി കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ആണ്. 29ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതുപോലെ നിരവധി ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതലും സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ബിഹേവിയറൽ, സൈക്കോളജിക്കൽ സിംറ്റംസ്, ഈ മറവി രോഗത്തെ സംബന്ധിച്ചുള്ളത്, അതുപോലെ കൗമാരക്കാരിലുള്ള ആത്മഹത്യാ പ്രവണത, ചൈൽഡ് അബ്യൂസ്, സൈക്കോസൊമാറ്റിക് ഡിസോർഡർ, വൈറ്റമിൻ ഡി, മെന്റൽ ഹെൽത്ത്, ഇങ്ങനത്തെ തുടങ്ങി നിരവധി ടോപ്പിക്കുകളിലാണ് പേപ്പർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെഡിസിന്റെ 5 ടെക്സ്റ്റ് ബുക്കുകൾ രചിച്ചിട്ടുണ്ട്. 3000-ലേറെ എപ്പിസോഡുകളാണ് TV ചാനലുകളിൽ ഇത് മാനസികാരോഗ്യം അതുപോലെ തന്നെ സാമൂഹ്യ അവബോധത്തെ പറ്റിയൊക്കെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ പറയാൻ ഒരു നീണ്ട അച്ചീവ്മെന്റ്സിന്റെ ലിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന് പല അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. മാനവ സേവ രത്ന പുരസ്കാരം, P. കേശവദേവ് അവാർഡ്, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മീഡിയ അവാർഡ് എന്ന് ചിലത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഡിസ്റ്റിംഗ്വിഷ്ഡ് അലൂമിനസ് ഓഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അസോസിയേഷൻ, അങ്ങനെയുണ്ട്. അപ്പോൾ ഇന്ന് കുട്ടികൾ ഇവിടെ ഇത് ഹൈസ്കൂൾ തുടങ്ങിയുള്ള സ്കൂൾ കുട്ടികൾ, അതുപോലെ തന്നെ കോളേജ് ഗവേഷണ വിദ്യാർത്ഥികളൊക്കെയാണ് നമ്മുടെ YAPയിൽ പങ്കെടുക്കുന്നത്. അതിൽ കുറെ പേര് നമ്മുടെ സന്നിഹിതരായിട്ടുണ്ട്. അപ്പോൾ വളരെ ആകാംക്ഷയോട് അവർ കാത്തിരിക്കുന്നത് ഈ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ ഇതിനെ പറ്റിയുള്ള ഒരു ടോക്ക് ഡോക്ടറിന്റെ കേൾക്കുവാനായിട്ട്. അതിനുശേഷം അവർക്ക് ചില ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ Q&A കൂടെ ചില സമയം നമുക്ക് അനുവദിക്കാം. അപ്പൊ ഈ ടോക്ക് നടക്കുന്ന സമയം ബാക്കി എല്ലാവരും മ്യൂട്ടായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രോഡക്ഷൻ തരാം. ഞാൻ ഡോക്ടറെ സ്വാഗതം ചെയ്യാണ് ഇതിലേക്ക്. താങ്ക് യു വെരി മച്ച്. ഞാൻ പറയുന്ന കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ. സംസാരിക്കുന്നത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ അതോ? മലയാളമാണ്. മലയാളം. ഓക്കെ. താങ്ക് യു. അപ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നത്തെ സമൂഹത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത് ഗൗരവം അർഹിക്കുന്ന വിഷയമാകുന്നു എന്ന് ചോദിച്ചാൽ, 2025 ജനുവരി മാസത്തില് നമ്മുടെ എല്ലാ വർഷവും പാർലമെന്റിൽ ആനുവൽ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ധനസ്ഥിതിയെക്കുറിച്ചും ഇനി അങ്ങോട്ടൊരു വർഷക്കാലത്തെ സാമ്പത്തിക വിനിമയത്തെക്കുറിച്ചും ഒക്കെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ എക്കണോമിക് സർവേ എന്ന് പറഞ്ഞ മറ്റൊരു സംഗതി കൂടെ അവതരിപ്പിക്കാറുണ്ട്. ഈ എക്കണോമിക് സർവേ എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ, ഏതൊക്കെ മേഖലകളിലാണ് പ്രശ്നങ്ങളുള്ളത്, എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ, ഇതൊക്കെ സമഗ്രമായി വിലയിരുത്തുന്ന ഒരു ഡോക്യുമെന്റാണ്. 2025 ജനുവരിയിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ അതിനു മുൻപൊന്നും പരാമർശിക്കാത്ത 2 പ്രധാന വിഷയങ്ങൾ പരാമർശ വിഷയമാക്കിയിരുന്നു. അതിലൊന്ന് മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 77 വർഷത്തിന് ശേഷമാണ് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് എക്കണോമിക് സർവേയിൽ ഒരു പരാമർശം വന്നത്. ആ പരാമർശം ഇങ്ങനെയായിരുന്നു: ഇന്ത്യയിലെ മൊത്തം ജനതയുടെ 10.6% ആളുകൾക്ക് ചികിത്സ ആവശ്യമുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചികിത്സിക്കപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആ വ്യക്തിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു.
അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത കുറയാൻ അത് കാരണമാകുന്നു. കാരണം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലം കൃത്യമായി ജോലിക്ക് വരാതെയും ജോലി സ്ഥലത്ത് കൃത്യമായി പ്രവർത്തിക്കാതെയൊക്കെ വരുന്നത് മൂലം ആ സ്ഥാപനത്തിന്റെ ഉൽപാദനക്ഷമത കുറയും. അത് രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥിതിയെ പുറകോട്ടടിക്കും. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥിതിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമായി പൗരന്റെ മാനസികാരോഗ്യം അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് 2025 എക്കണോമിക് സർവേയിൽ വന്ന ഒന്നാമത്തെ നിരീക്ഷണം. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, ഇതേ എക്കണോമിക് സർവേയിൽ തന്നെ വന്ന ഒരു നിരീക്ഷണം, ഈ ഡിജിറ്റൽ വിപ്ലവം എങ്ങനെയാണ് കുട്ടികളുടെ മനസ്സിനെ സ്വാധീനിച്ചത്, ബാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പോ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലവും നിങ്ങളുടെ കുട്ടിക്കാലവും തമ്മിൽ ഒരുപാട് വ്യത്യാസവും. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് പുസ്തകം വായിക്കുക എന്നുള്ളതായിരുന്നു ലോകത്തെ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാന മാർഗം. ടെലിവിഷൻ ഉണ്ടായിരുന്നു. ടെലിവിഷനിൽ പ്രധാനമായിട്ട് ദൂരദർശൻ. കുറച്ചുകൂടെ ഞങ്ങളൊരു ഹൈസ്കൂൾ കാലഘട്ടത്തിലേക്കൊക്കെ എത്തിയപ്പോഴാണ് സ്വകാര്യ ചാനലുകൾ വന്നു തുടങ്ങിയത്. പത്രം വായിക്കാം, അങ്ങനെയുള്ളൊരു ലോകമാണ്. റേഡിയോ കേൾക്കാം, ഇതായിരുന്നു. ആ ഒരു ലോകത്തിൽ നിന്നും ഒരു 20-25 കൊല്ലം കൊണ്ട് വല്ലാത്തൊരു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അധ്യാപകൻ പഠിപ്പിക്കണം, അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരാരെങ്കിലും പറഞ്ഞു തരണം, അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞു തരും വായനശാലയിലുള്ള ഇന്ന പുസ്തകം പോയി വായിക്കുക. അപ്പോൾ അല്പം വായനയിൽ താല്പര്യമുള്ള ആളുകളൊക്കെ അധ്യാപകർ പറയുന്ന പുസ്തകം തപ്പിപ്പിടിച്ച് വായിക്കും. എങ്കിൽ പോലും ആ ഒരു ദിശയിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റിയിരുന്നുള്ളൂ. ഇന്ന് നിങ്ങളുടെ ജീവിതം നോക്കൂ, വളരെ എളുപ്പമല്ലേ? ഒരു മൊബൈലിലേക്ക് ഒരുപാട് അറിവുകൾ ഇങ്ങനെ വരുന്നു. അധ്യാപകർ പറയുന്ന കാര്യങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നു. അധ്യാപകരെ ചോദ്യം ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇത്തരത്തിൽ വിജ്ഞാനം വിരൽ തുമ്പിലേക്ക് എത്തി എന്നുള്ളതാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൗകര്യം. പക്ഷേ എല്ലാ ഗുണങ്ങൾക്കും ദോഷങ്ങൾ ഉണ്ടാകും, എല്ലാ ഫലങ്ങൾക്കും പാർശ്വഫലങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന പോലെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിന് ചില പാർശ്വഫലങ്ങളുണ്ട്. ആ പാർശ്വഫലങ്ങളും ഈ എക്കണോമിക് സർവേയിൽ പ്രധാനമായിട്ട് പറയുന്നു. അപ്പൊ ആ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. എക്കണോമിക് സർവേയിൽ വളരെ ഹ്രസ്വമായി പരാമർശിച്ചു പോയ ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പാർശ്വഫലങ്ങളെ കുറിച്ച് നമുക്ക് അല്പം വിശദമായിട്ടൊന്ന് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. കാരണം കുട്ടികളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ സ്വാധീനമായിരിക്കുമെന്ന് തോന്നുന്നു. ഒരുപക്ഷെ എൻ്റെ കൗമാരക്കാലത്ത്, ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയോ കോളേജ് വിദ്യാർത്ഥിയോ ആയിരുന്ന കാലത്ത്, ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം കിട്ടിയിരുന്ന കാര്യം സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുക എന്നുള്ളതാണ്. ഒരു വീട്ടിൽ ഒരു മുറിക്കുള്ളിൽ ഇരിക്കുക, അല്ലെങ്കിൽ കോളേജിലെ ഹോസ്റ്റലിലെ മുറിക്കുള്ളിൽ ഇരിക്കുക എന്നുള്ള ചിന്തിക്കാൻ പറ്റാത്ത പരിപാടിയായിരുന്നു. അല്പസമയം കിട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങുക, സുഹൃത്തുക്കളെ കാണുക. ചിലപ്പോൾ അവരുടെ കൂടെ സിനിമ കാണാൻ പോകാം, ചിലപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകാം, ചിലപ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യും, ചിലപ്പോൾ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇതൊന്നും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ പരദൂഷണം പറയും. ഇതൊക്കെ നമ്മൾ സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുകയും അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിരുന്നു നമ്മുടെ സന്തോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്. ഇന്ന് നിങ്ങളുടെ കൗമാരം നോക്കുക. ഇന്ന് സന്തോഷം കിട്ടാൻ ഈ സുഹൃത്തുക്കളെ കാണേണ്ട അത്യാവശ്യമുണ്ടോ? സുഹൃത്തുക്കളോട് നേരിട്ട് പോയിരുന്ന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? വീട്ടിന്റെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി സുഹൃത്തുക്കളെ കാണേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾക്കൊരു ഡിജിറ്റൽ ഉപകരണം ഉണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും മറ്റാരോടും സംസാരിക്കാതെ, മറ്റാരുടെയും സാന്നിധ്യമില്ലാതെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ വരുമ്പോൾ ഇതൊരു നല്ല കാര്യമാണ്. കാരണം പണ്ടൊക്കെ ഒരു സുഹൃത്തിന് സൗകര്യമില്ല നമ്മുടെ കൂടെ വരാനായിട്ട്, വിഷമിച്ചു പോവുകയുള്ളൂ, മറ്റാരെങ്കിലും കണ്ടുപിടിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എവിടെയെങ്കിലും പോകണം, ഒറ്റയ്ക്ക് പോകുമ്പോൾ വല്ലാത്തൊരു പ്രയാസമൊക്കെ വരുമായിരുന്നു. ഇന്ന് അങ്ങനത്തെ ഒരു പ്രയാസത്തിനൊരു വകുപ്പില്ല. നമുക്കൊരു ഡിജിറ്റൽ ഉപകരണം കിട്ടിയാൽ ഒന്നുകിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആപ്പ് ഓപ്പൺ ചെയ്യാൽ ആരെങ്കിലും ഒക്കെ കാണാം, ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാം, ചാറ്റ് ചെയ്യാം, ഓൺലൈൻ ഗെയിമുകൾ കളിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനുള്ളൊരു സൗകര്യം, അല്ലെങ്കിൽ പാട്ടുകൾ കേൾക്കാം, സിനിമകൾ കാണാം, അതിനൊക്കെയുള്ള സൗകര്യം. അപ്പൊ ഈ ഡിജിറ്റൽ ഉപയോഗം ഒരു പരിധിയിൽ കൂടുതലായി വന്നപ്പോൾ അതിൻ്റെ ചില പാർശ്വഫലങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. 4 പ്രധാനപ്പെട്ട പാർശ്വഫലങ്ങളാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഫലമായിട്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം, ഒരു സാമൂഹിക വിച്ഛേദന ലക്ഷണൈക്യം എന്ന് പറഞ്ഞൊരു പ്രതിഭാസം വന്നിരിക്കുക. എന്താണ് ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ എന്ന് പറഞ്ഞാൽ? ഞങ്ങളുടെ കൗമാരം എടുക്കുക. ഞങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ സുഹൃത്തുക്കളോട് സംസാരിക്കണം. സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ
അവരുടെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ സാംസ്കാരിക ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ പശ്ചാത്തലമായിരിക്കാം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ. സ്കൂളിൽ എൻ്റെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ആളിൻ്റെ മതവിഭാഗം എൻ്റെ മതവിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അയാളുടെ ജീവിത ശൈലി വ്യത്യസ്തമായിരിക്കും. അയാളുടെ മാതാപിതാക്കളുടെ തൊഴിൽ എൻ്റെ മാതാപിതാക്കളുടെ തൊഴിലിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അയാളുടെ സാമ്പത്തിക സ്ഥിതി എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ എൻ്റെ നിത്യജീവിതത്തിൽ നേരിടാൻ സാധ്യതയില്ലാത്ത ഒട്ടേറെ പുതിയ പ്രശ്നങ്ങൾ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുക. അപ്പൊ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് സുഹൃത്തിന് ആശയക്കുഴപ്പമുണ്ട്. എനിക്കും വലിയ വ്യക്തതയൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ചില ഐഡിയാസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴി ചില പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തും. ചിലത് അബദ്ധമായിരിക്കും പറയുന്നത്, മണ്ടത്തരം സംഭവിച്ചു പോകും. അങ്ങനെ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്, ഒരു അനുഭവാത്മക പഠനം എന്നൊരു സംഗതി നടത്തും. അത് വർഷങ്ങളോളം പലതരം സുഹൃത്തുക്കളുമായിട്ട് നമ്മൾ ഇടപെട്ട് നമ്മൾ ഒരിക്കലും കടന്നുപോയിട്ടില്ലാത്ത പല ജീവിത സാഹചര്യങ്ങളും പഠിച്ച്, നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലാത്ത പല പ്രതിസന്ധികളും അവർ നേരിടുന്നത് കണ്ട് അവരതിനെ എങ്ങനെ മറികടക്കുന്നു എന്ന് അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കി നമ്മൾ സമ്പന്നരായി മാറി. എങ്ങനെ സമ്പന്നരായി മാറി? അനുഭവ സമ്പന്നരായി മാറി. വി ബിക്കേം റിച്ച് വിത്ത് എക്സ്പീരിയൻസ്. നാളെ ഒരു കാലത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സമാനമായ പ്രശ്നങ്ങളൊക്കെ വന്ന് വീണപ്പോൾ ഈ സുഹൃത്തുക്കളോട് ഇടപെട്ടപ്പോൾ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന്, ആ ഒരു നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ കുറച്ചുകൂടെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റി. പക്ഷെ ഇന്ന് അതിനുള്ളൊരു അവസരം പോവുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് ഇടപെടാതെ നമ്മളൊരു ഡിജിറ്റൽ ലോകത്തിലേക്ക് ചുരുങ്ങി വരുമ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിനുള്ളൊരു അവസരം നഷ്ടപ്പെടുകയാണ്. മറ്റു വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കി അതിനനുസൃതമായി പെരുമാറാനുള്ള എമ്പതി അല്ലെങ്കിൽ അനുതാപം എന്ന ഗുണവിശേഷം നമുക്ക് ലഭിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മളൊരു ഒറ്റപ്പെട്ട ഒരു തുരുത്തായിട്ട് മാറും. ഇതാണ് ഒന്നാമത്തെ പാർശ്വഫലം. രണ്ടാമത്തെ പാർശ്വഫലം എടുക്കാം. ഈ രണ്ടാമത്തെ പാർശ്വഫലം എന്ന് പറയുന്നത് ഉറക്കമാണ്. ഈ ഉറക്കം എന്ന് പറഞ്ഞൊരു സംഗതി, ഇതിന് എന്താണ് പ്രാധാന്യം? മാതാപിതാക്കളൊക്കെ പലരും പറയും മുഴുവൻ സമയം കിടന്ന് ഉറങ്ങി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങി സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ഈ ഉറക്കം എന്ന് പറയുന്ന സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണോ? അല്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ഉറക്കം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് രണ്ട് പ്രധാന ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ പകൽ സമയത്ത് വായിക്കുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, നോളജ്, അറിവ്, അതിനെ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഒരു ക്രമത്തിൽ തലച്ചോറിൽ അടുക്കി വെക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇത് നടക്കണമെങ്കിൽ ഒരു 6 to 7 hours ഓഫ് അൺഇൻറ്ററപ്റ്റഡ് കണ്ടിന്യൂസ് സ്ലീപ്പ് വേണം. തടസ്സമില്ലാത്ത തുടർച്ചയായ 6 മുതൽ 7 മണിക്കൂർ സുഖനിദ്ര ഉണ്ടെങ്കിലേ ഈ പഠിച്ച കാര്യങ്ങൾ, പകല് പഠിച്ചതൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാൻ പറ്റും. ഇപ്പൊ പല കുട്ടികളും പരീക്ഷയ്ക്ക് അടുക്കുമ്പോൾ പുസ്തകമൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ബാക്കി ഉറങ്ങാനുള്ള സമയമെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഭയങ്കര പഠിത്തമായിരിക്കും. അതുവരെ അടുത്ത സമയം വരെ ഒന്നും പഠിക്കാതെ രാത്രി ഉറക്കമിളച്ച് പഠിക്കും. പരീക്ഷ എഴുതിയിട്ട് വന്നിട്ട് പറയും ഭയങ്കരമായിട്ട് പഠിച്ചതാണ്, പക്ഷെ പലതും ഓർമ്മ വന്നില്ല. എന്തുകൊണ്ടാണ് ഓർമ്മ വരാത്തത്? കാരണം ഈ പഠിച്ച കാര്യങ്ങൾ തലച്ചോറിലൊന്ന് കൃത്യമായി ഓർഗനൈസ് ചെയ്യാനുള്ളൊരു സമയം നമ്മൾ തലച്ചോറിന് കൊടുത്തില്ല. നമ്മൾ നന്നായി ഉറങ്ങിയില്ല. ഉറങ്ങാതെ വരുമ്പോൾ ഈ പഠിച്ച പല കാര്യങ്ങളും ബ്രെയിനിലോട്ട് കൃത്യമായിട്ട് അടുക്കി വെക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് ഉറക്കത്തിന്റെ ഒന്നാമത്തെ ഗുണം, കൺസോളിഡേഷൻ ഓഫ് മെമ്മറി. അപ്പൊ നല്ല ഓർമ്മശക്തി കിട്ടണമെങ്കിൽ നന്നായി ഉറങ്ങണം. രണ്ടാമത്തെ ഗുണം, ഉറക്കത്തിന്റെ രണ്ടാമത്തെ ഗുണം, നമ്മൾ തലച്ചോറിലെ സെല്ലുകൾ, കോശങ്ങൾ, നമ്മളെല്ലാ ശരീരഭാഗങ്ങളിലും ഉള്ള പോലെയുള്ള കോശങ്ങൾ തലച്ചോറിലുള്ളൂ. ഈ കോശങ്ങളിൽ പകൽ സമയത്ത് നമ്മൾ സജീവമായിട്ട് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസ്, ചയാപചയ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ ചയാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി കുറെ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, മെറ്റബോളിക് വേസ്റ്റ്സ്. ഈ മാലിന്യങ്ങളെ ശരീരം പുറന്തള്ളുന്നതും രാത്രിയിൽ ഈ ഉറക്കത്തിന്റെ സമയത്താണ്. ഒരു 6 മണിക്കൂർ തുടർച്ചയായ ഉറക്കം കിട്ടിയാലേ ഈ മാലിന്യങ്ങളെ തലച്ചോറിന് പുറന്തള്ളാൻ പറ്റും. ഈ 6 മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഈ തലച്ചോറിലെ കോശങ്ങളിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കും. അങ്ങനെ പറയുമ്പോൾ പകൽ സമയത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ പകൽ സമയത്തിരുന്ന് ഉറക്കം തൂക്കും, ശ്രദ്ധിക്കാൻ പറ്റില്ല, പറയുന്ന മനസ്സിലാവില്ല,
ഒരു ചോദ്യം ചോദിച്ചതിന് ഓർമ്മ കിട്ടില്ല അതിന്റെ ഉത്തരം. ഇങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു മന്ദതയും ക്ഷീണവും അവശതയും ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും ഒക്കെ ആയി പകൽ സമയം നാശമായി പോകും. അതുകൊണ്ട് തന്നെ ഈ ഉറക്കം വളരെ പ്രധാനമാണ്. കഴിഞ്ഞ വർഷം അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഈ ഹൃദ്രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ശാസ്ത്ര സംഘടനയാണ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ഒരു പഠനം പുറത്തുവിട്ടു. ഇതിൽ പറയുന്നത് യുവാക്കളുടെ ഇടയിൽ, അതായത് 40 വയസ്സിൽ താഴെ പ്രായമുള്ള ആളുകളുടെ ഇടയിൽ ഹൃദയാഘാതം കൂടുന്നു, ഹാർട്ട് അറ്റാക്ക് കൂടുന്നു. ഇവരിൽ പലർക്കും ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഇവരിൽ പലരും പുകവലിക്കുന്നില്ല, മദ്യപിക്കുന്നില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളും ഉള്ളവരല്ല. പക്ഷേ ഇവരിൽ എല്ലാവർക്കും പൊതുവായി ഒരു പ്രശ്നം കണ്ടു, ഇവരുടെയൊക്കെ ഉറക്കം തകരാറിലായിരുന്നു. അപ്പോൾ ഉറക്കക്കുറവാണ് 40 വയസ്സിൽ താഴെയുള്ള ആളുകളിൽ ഹൃദയാഘാതം വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 7 to 9 hours ഓഫ് റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഹാർട്ട്. ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് 7 മുതൽ 9 മണിക്കൂർ തുടർച്ചയായ സുഖകരമായ നിദ്ര അത്യാവശ്യമാണ്. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പൊ ഈ ഉറക്കത്തിന് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ നിങ്ങളുടെ ജനറേഷനിൽ? ഒരു ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ അവിടെ തന്നെ ഒരു വിദ്യാർത്ഥിയായിട്ട് പഠിച്ച ഒരാൾ കൂടെയാണ്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 75 വയസ്സ് തികയുകയാണ് ഈ വർഷം. അപ്പൊ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് പൂർവ്വ വിദ്യാർത്ഥികളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിൽ എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ അവിടെ 90 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പഴയ ആദ്യകാല വിദ്യാർത്ഥികൾ തൊട്ട് 17 വയസ്സുള്ള ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി വരെയുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ ഈ 90 വയസ്സ് കഴിഞ്ഞ അപൂർവം വിരലെണ്ണാവുന്ന കുറച്ച് പേരെ ഇപ്പം ജീവനോടുള്ളൂ. ഞാൻ അവരോട് ചോദിച്ചു അവരുടെ കൗമാരത്തെക്കുറിച്ച്. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊക്കെ നിങ്ങളുടെ കൗമാരമായിരുന്നല്ലോ, നിങ്ങൾ ആ സമയത്ത് എത്ര മണിക്കാണ് രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നത് എന്ന് ചോദിച്ചു. അവർ പറഞ്ഞ ഉത്തരം എത്രയാണെന്ന് അറിയാമോ? ഒരു 7, 7:30, 8 മണിക്കുള്ളിൽ ഉറങ്ങും. കാരണം അന്നത്തെ കാലത്ത് വൈദ്യുതി ഇല്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കറണ്ട് ഇല്ല. അതുകൊണ്ട് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുട്ട് വീണ് കഴിയും. ഒരു 7:30 ആകുമ്പോൾ കുട്ടികളെ നിർബന്ധിച്ച് ഉറക്കും. 8 മണിയാകുമ്പോൾ മുതിർന്നവരും ഉറങ്ങും. കാരണം 8 മണി കഴിഞ്ഞ് ഉണർന്നിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. മണ്ണെണ്ണയ്ക്കൊക്കെ വലിയ വിലയാണ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. മണ്ണെണ്ണയ്ക്ക് വലിയ വിലയാണ്, പൈസ അഫോർഡ് ചെയ്യാനും പറ്റില്ല. അപ്പൊ 8 മണിക്ക് ഉറങ്ങുന്ന ആളുകൾ രാവിലെ 4 മണിക്ക് ഉണർന്ന് എഴുന്നേൽക്കും. അന്ന് കാർഷിക വൃത്തിയാണ്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് നല്ല ആക്റ്റീവായിട്ട് എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടി ഇറങ്ങും. അപ്പൊ അന്ന് തുടങ്ങിയ മെഡിക്കൽ കോളേജ്, 1951 തുടങ്ങിയ മെഡിക്കൽ കോളേജിൽ ക്ലാസ് തുടങ്ങുന്ന സമയമായിട്ട് 8 മണി നിജപ്പെടുത്തി വെച്ചു. കാരണം 4 മണിക്ക് മനുഷ്യൻ ഉണർന്നുകൊണ്ടിരുന്ന സമയത്താണ് ഈ 8 മണിക്ക് ക്ലാസ് തുടങ്ങിയത്. ഇനി ഒരു 30 കൊല്ലത്തിന് ശേഷം 1980കളിൽ ആ കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിനോട് ചോദിച്ചു, നിങ്ങളുടെ കൗമാരം എങ്ങനെയായിരുന്നു, എത്ര മണിക്കാണ് നിങ്ങൾ ഉറങ്ങിക്കൊണ്ട്? പറഞ്ഞു 9, 9:30. 10 മണി കഴിഞ്ഞ് ആരെങ്കിലും ഉണർന്നിരുന്നാൽ അവൻ എന്തോ തകരാറുണ്ട് എന്ന് പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. 80കളിൽ 10 മണി കഴിഞ്ഞ് ആരെങ്കിലും ഹോസ്റ്റലിൽ ഉണർന്നിരുന്നാൽ അവൻ എന്തോ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ അവനെ കളിയാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ ചോദ്യം ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു, 1ാം വർഷ 2ാം വർഷ വിദ്യാർത്ഥികളോട്, നിങ്ങൾ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്? ഉത്തരം ശരാശരി 4 മണി. 3നും 4നും ഇടയ്ക്കാണ് ഉറങ്ങുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഫ്രീ ഫയർ കളിക്കണം, പബ്ജി കളിക്കണം, കൊളംബിയയിലുള്ള ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കണം, പിന്നെ ഒരുപാട് കാര്യങ്ങൾ വായിച്ചു പഠിക്കണം. അങ്ങനെ വലിയ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സമയം ചെലവഴിക്കണം. എന്തായാലും 4 മണിയാകുമ്പോൾ ഉറങ്ങും. പക്ഷെ നിർഭാഗ്യവശാൽ കോളേജ് തുറക്കുന്ന സമയം ഇപ്പോഴും 8 മണിയാണ്. അതുകൊണ്ട് രാവിലെ 7 മണിയാകുമ്പോൾ എഴുന്നേറ്റ് എങ്ങനെയെങ്കിലും ഓടിപ്പടച്ച് 8 മണിക്ക് കോളേജിൽ എത്തുക. എന്നിട്ട് ആ വിദ്യാർത്ഥികൾ തന്നെ പറയാ, സാറേ കോളേജ് തുറക്കുന്ന സമയം ഒരു 11 മണിയാക്കി തന്നാൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് അതങ്ങ് ചേർന്ന് പോയേക്കെ. അപ്പൊ എന്തായാലും സ്കൂളും കോളേജും ഒക്കെ 8 മണിക്കും 9 മണിക്കും ഒക്കെ തുറക്കുന്നു. നമ്മൾ ഉറങ്ങുന്ന സമയം പക്ഷേ 3 മണിയും 4 മണിയൊക്കെ ആയിപ്പോകുന്നു. അപ്പോൾ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പ് കുറയും. അപ്പൊ ഇതാണ് 2ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരിക? 1, നമ്മുടെ ഓർമ്മശക്തി കുറയും. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും തലച്ചോറിൽ കൃത്യമായിട്ട് അടുക്കി വെക്കുന്നില്ല. 2, നമ്മുടെ തലച്ചോറിലെ കോശങ്ങളിലെ മാലിന്യങ്ങൾ പുറത്ത് തള്ളാത്തത് കാരണം പകൽ സമയം മൊത്തം മന്ദത വരും. ഇപ്പോ ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ട് ശാസ്ത്രത്തിൽ, FLYNN, ഫ്ലിൻ ഇഫക്റ്റ്. ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ എനിക്കാണോ നിങ്ങൾക്കാണോ ബുദ്ധി കൂടുതൽ? ഒരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം?
എനിക്കായിരിക്കും, നിങ്ങൾക്കായിരിക്കും, ഈ പരിപാടി കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികൾക്കായിരിക്കും ബുദ്ധി. തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ബുദ്ധി. കാരണം മനുഷ്യവർഗം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് ശേഷം ജനിച്ചവർ, അവരുടെ തലച്ചോറ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആണ്, കുറച്ചുകൂടെ ബുദ്ധി കൂടുതലാണ്. അപ്പോൾ എല്ലാ 10 കൊല്ലം തോറും ബുദ്ധി പരിശോധന നടത്തുന്ന ഒരു പരീക്ഷണം ലോകത്തിൽ നടക്കാറ്. അപ്പോൾ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെ എടുത്തിട്ട് അവരുടെ IQ, ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയും. ഇപ്പൊ നമ്മുടെ ബുദ്ധി അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ് ഈ IQ. അപ്പൊ IQ ടെസ്റ്റുകൾ നടത്തിയിട്ട് എത്രയാണ് ഇപ്പോഴത്തെ കൗമാരപ്രായക്കാരുടെ IQ, 10 കൊല്ലം മുമ്പുണ്ടായിരുന്ന കൗമാരപ്രായക്കാരുടെ IQ-വിൽ നിന്ന് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എന്നൊരു മനസ്സിലാക്കുന്ന ഒരു പഠനമാണ്. ഈ പഠനം എപ്പോഴും സൂചിപ്പിക്കുന്നത് ഒരു 1 മുതൽ 2 പോയിന്റ് വരെ IQ കൂടുതലായിരിക്കും ഓരോ തലമുറയ്ക്ക്. മുൻ തലമുറയെ അപേക്ഷിച്ച് ഒരു 2 പോയിന്റ് ശരാശരി IQ ഹയർ ആയിരിക്കും പിന്നീട് വരുന്ന തലമുറയ്ക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്നേക്കാൾ വളരെ വളരെ ബുദ്ധി കൂടുതലാണെന്ന് പറഞ്ഞത്. പക്ഷേ 2022 നടത്തിയ പഠനത്തിൽ ചരിത്രത്തിലാദ്യമായി, ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറയുന്ന പ്രതിഭാസം കണ്ടു. എന്താ റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്? 2022 ഒരു കൂട്ടം കൗമാരപ്രായക്കാരുടെ ബുദ്ധി നോക്കിയപ്പോഴത്തേക്കൊണ്ട് കഴിഞ്ഞ തലമുറയിലുള്ള ആളുകളുടെ ബുദ്ധിയേക്കാൾ 1.2 പോയിന്റ് IQ കുറഞ്ഞിരിക്കും. എന്തായിരിക്കും കാരണം? എന്താ 2022 തൊട്ട് മുമ്പ് നടന്നതും നമുക്കെല്ലാം അറിയാം അല്ലേ? 2022 തൊട്ട് മുമ്പുള്ള 2 കൊല്ലം ഈ കൗമാരപ്രായക്കാരും വെളിയിൽ ഇറങ്ങിയിട്ടില്ല. കോവിഡ് ആയിരുന്നു, ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും ഉള്ള ഒരു സമയമായിരുന്നു. എല്ലാവരും ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു, അല്ലെങ്കിൽ മൊബൈലിന്റെ മുമ്പിലായിരുന്നു. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സൈഡിൽ കൂടെ അല്ലേ, ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് ക്ലാസ് കാണും, മറ്റൊരു വിൻഡോ ഓപ്പൺ ചെയ്ത് ഗെയിം കളിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി. അപ്പോൾ ഈ ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് പോയതിന്റെ നേരിട്ടുള്ളൊരു പാർശ്വഫലമായിരുന്നു ഈ റിവേഴ്സ് ഫ്ലിൻ ഇഫക്റ്റ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ IQ പഴയ തലമുറയുടെ IQ-വിനേക്കാൾ അല്പം കുറഞ്ഞു. അപ്പൊ ഇത് രണ്ടാമത്തെ ഒരു പ്രശ്നമാണ്, ഈ സ്ലീപ്പ് ഡിപ്രൈവേഷൻ, ഉറക്കക്കുറവും അത് ബുദ്ധിശക്തിയെ അടക്കം ബാധിക്കുന്നു. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം പറയാം. മൂന്നാമത്തെ പ്രശ്നം, ഇപ്പോ നിങ്ങൾക്ക് ഈ ക്ലാസ് സഹിക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്ന് എനിക്കറിയാം. പല പ്രായത്തിലുള്ള ആളുകളുണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ, ഗവേഷണ വിദ്യാർത്ഥികൾ തൊട്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ വരെ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല സംസാരിക്കുമ്പോൾ. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമാണെങ്കിൽ ഓരോ 10 മിനിറ്റിനും ഇടയ്ക്ക് ഒരു കഥ പറയണം, ഓരോ 5 മിനിറ്റിനും ഇടയ്ക്ക് തമാശ പറയണം. പിന്നെ ഒരു ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിൽ അനങ്ങിക്കൊണ്ടേയിരിക്കണം, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരിടത്ത് നിൽക്കാൻ പറ്റില്ല, എങ്കിലേ നിങ്ങളുടെ അറ്റൻഷൻ അട്രാക്ട് ചെയ്യാൻ പറ്റൂ. കാരണം വളരെ ഹൈ സ്പീഡുള്ള വിഷ്വൽസുമായിട്ട് നിങ്ങളുടെ തലച്ചോറങ്ങ് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈൻ ഗെയിംസ് ഹൈ സ്പീഡിൽ പോകുന്ന വിഷ്വൽസ്, കാർട്ടൂൺസ് വളരെ ഹൈ സ്പീഡിൽ പോകുന്ന വിഷ്വൽസ് ആണ്, റീൽസും ഷോർട്സുമാണ് നിങ്ങൾ പ്രധാനപ്പെട്ട വിജ്ഞാന സ്രോതസ്സായിട്ട്. ഇപ്പൊ എൻ്റെ ഒരു കോളേജ് വിദ്യാർത്ഥിയെ ഞാൻ ഈയിടെ പരിചയപ്പെട്ടു. അപ്പോൾ എസ്സേ എഴുതണം പരീക്ഷയ്ക്ക്, അദ്ദേഹം റീൽസും ഷോർട്സും കണ്ടിട്ടാണ് എസ്സേക്ക് വേണ്ട മാറ്റർ സംഘടിപ്പിക്കുന്നത്. അതിനകത്തെല്ലാം ഉണ്ട്, അതിനെടുത്ത് നമ്മളങ്ങ് വേണ്ട രീതിയിലേക്ക് പൊലിപ്പിച്ചു കഴിഞ്ഞ് നമുക്ക് അങ്ങ് എഴുതാം എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലാണ്. ഇനി അഥവാ ഗതികേടിന് 10 മിനിറ്റ് എങ്ങാനുള്ള ഒരു യൂട്യൂബ് വീഡിയോ കാണേണ്ടി വന്നാൽ 1.5 അല്ലെങ്കിൽ 2 സ്പീഡിലിട്ടേ കാണാൻ പറ്റൂ. കാരണം ഈ നോർമൽ വേഗതയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ഹൈ സ്പീഡ് വിഷ്വൽസ് അതുമായിട്ട് നമ്മുടെ തലച്ചോറങ്ങ് പൊരുത്തപ്പെട്ടത് കാരണം സ്പീഡ് കുറഞ്ഞ ഒരു സംഗതിയും ശ്രദ്ധിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റാത്തൊരവസ്ഥ വരും. ഇതാണ് അറ്റൻഷൻ ഫ്രാഗ്മെന്റേഷൻ, ശ്രദ്ധക്കുറവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പ്രശ്നങ്ങളുടെയും ഫലമായി 4മതൊരു പ്രശ്നം കൂടെ വരുന്നു, അതാണ് അഡിക്ഷൻ. എന്തൊക്കെ തരത്തിലുള്ള അഡിക്ഷനാണ്? ഈ മൊബൈലിന്റെ യൂസ് അല്ലെങ്കിൽ ഡിജിറ്റൽ യൂസ് തന്നെ ഒരു അഡിക്ഷൻ ആയിട്ട് വരുന്നു. അതിനെ ബിഹേവിയറൽ അഡിക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു പ്രത്യേക കാര്യം നമ്മൾ കാണുന്നു, അതിൽ നിന്ന് ഭയങ്കര ഒരു സന്തോഷവും ത്രില്ലും ഒക്കെ കിട്ടുന്നു. സെയിം ത്രില്ല് കിട്ടാൻ പിറ്റേന്ന് വീണ്ടും അത് കാണുന്നു. ഒടുവിൽ കൂടുതൽ സമയം അത് കണ്ട് ജീവിതത്തിൽ സന്തോഷം തരുന്ന ഏക സംഗതിയായിട്ട് ഈ വിഷ്വൽ മീഡിയ മാറുന്നു. ദാറ്റ് ഇസ് ബിഹേവിയറൽ അഡിക്ഷൻ. മാത്രമല്ല, ഇന്റർനെറ്റിന്റെ ചില പ്രത്യേക മേഖലകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു പോയി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തേടുകയും അങ്ങനെയുള്ള സംഗതികൾ സംഘടിപ്പിക്കുകയും ചെയ്ത ഡ്രഗ് അഡിക്ഷനുള്ള ഒരു വഴി കൂടെ ഈ ഒരു ഡിജിറ്റൽ യൂസ് ഇനേബിൾ ചെയ്യുന്നതാണ് സത്യം. അപ്പൊ ഇത്രയും പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ഡിജിറ്റൽ യൂസ് മൂലം നമ്മുടെ ചെറുപ്പക്കാരുടെ, കുട്ടികളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു
നിങ്ങൾ ചോദിക്കും ഒരു ചോദ്യം, ഈ ഡിജിറ്റൽ യൂസ് ഞങ്ങൾ മാത്രമാണോ? ഇവിടെ വീട്ടിൽ അച്ഛനും അമ്മയും മുഴുവൻ സമയം ഇരുന്ന് ഇത് കുത്തി കളിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയും മറ്റേ ഭ- ഭക്തി പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണോ? അപ്പൊ എല്ലാവരും ഇതിനകത്ത് തന്നെ അല്ലേ? അപ്പൊ എല്ലാവരെയും ഇത് ബാധിക്കുന്നു. കുട്ടികളെ മാത്രമല്ല, ഞങ്ങൾ മുതിർന്നവരെയും ഇത് ബാധിക്കുന്നു. അപ്പൊ ഒരു 2 എക്സാമ്പിൾസ് പറയാം. ഇപ്പൊ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ എനിക്കൊരു സിനിമ കാണണം എന്ന് വിചാരിക്കുന്നു. വലിയ പ്രയാസമാണ്. നമ്മൾ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ വലിയ ചടങ്ങായിരുന്നു ഒരു സിനിമയ്ക്ക് കാണാൻ പോവുക എന്നുള്ളത്. ഇപ്പൊ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി, അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോയി, അന്ന് വാഹനമൊന്നുമില്ല ഞങ്ങൾക്ക്, നടന്നു പോയി ബസ് സ്റ്റോപ്പിൽ നിന്ന് കാത്തു നിന്ന് ഏതെങ്കിലും ഒരു ബസ് വരും, ഭയങ്കര തെള്ളും തിരക്കും ഒക്കെ ആയിരിക്കും, അതിനകത്ത് തുഴഞ്ഞു കയറി തൂങ്ങിയൊക്കെ നിന്ന് നഗരത്തിൽ പോയി ഇറങ്ങി അവിടുന്ന് നടന്ന് പിന്നെ സിനിമാ തിയേറ്ററിലേക്ക് എത്തി. ഇപ്പോൾ വലിയൊരു പ്രശസ്ത നടന്റെ ഒരു റിലീസ് സിനിമയൊക്കെ ആണെങ്കിൽ വലിയ ജനക്കൂട്ടമായിരിക്കും. അതിന്റെ പുറകിൽ പോയി നിന്ന് ഇടികൊണ്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുമ്പോഴത്തേക്ക് ടിക്കറ്റ് തീർന്നു പോയി, അന്ന് കാണാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ പോയി ഒന്ന് ഭക്ഷണം കഴിക്കണം, വീട്ടിലെ ഭക്ഷണം മടുത്തു, ഒന്ന് പുറത്തു പോയി കഴിക്കണം എന്ന് വിചാരിക്കുക, ഇതേ അവസ്ഥയാണ്. ഇതേപോലെ യാത്ര ചെയ്ത് പോയി അവിടെ തിരക്കായിരിക്കും, ക്യൂ നിന്ന് എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കുക, തിരിച്ചു വരിക. ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. നമുക്ക് സിനിമ കാണണം, ഉടനെ മൊബൈൽ എടുക്കുന്നു, 2 ക്ലിക്ക്, എവിടെയെങ്കിലും ടിക്കറ്റ് കിട്ടും, പോവുക. നമുക്കൊരു പുതിയ ഒരു ഭക്ഷ്യ വസ്തു കഴിക്കണം, ഉടനെ ഒരു ഫുഡ് ഓർഡറിങ് ആപ്പ് എടുക്കുക, 2 ക്ലിക്ക്, സാധനം വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അന്നത്തെ കാലത്ത് എന്തൊരു പ്രയാസമായിരുന്നു. ഇപ്പൊ ചില ആളുകളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ല. അതിന് ചില ഇന്റർമീഡിയറ്റ് ആൾക്കാരെയൊക്കെ ഏർപ്പെടുത്തി അവരുടെ കയ്യിൽ ചിലതൊക്കെ കൊടുത്തുവിട്ട് ആ കൊടുത്തുവിട്ട സാധനത്തിന്റെ മറുപടിക്ക് വേണ്ടി ദിവസങ്ങളോളം വെയിറ്റ് ചെയ്ത് ഇങ്ങനെ കഴിയേണ്ടി വരുന്നു. ഇപ്പൊ എന്ത് എളുപ്പമാണല്ലേ, ഒരു മൊബൈലിൽ ഒരു സോഷ്യൽ മീഡിയ ആപ്പ് തുറന്ന് ഒരു ഇമോജി തോണ്ടിയൊക്കെ അയച്ചാൽ മതി, കാര്യം റെഡി, ഇൻസ്റ്റന്റ് മറുപടിയും കിട്ടി. പക്ഷെ ഇതിന്റെ ഒരുപാട് സൗകര്യമായി. പക്ഷെ ഈ സൗകര്യത്തിനും ഒരു പാർശ്വഫലമുണ്ട്. എന്താ പാർശ്വഫലം? ഇപ്പൊ ഞങ്ങളുടെ സമയത്ത് ഈ 1-2 പ്രാവശ്യം ഈ സിനിമ കാണാൻ പോയി ടിക്കറ്റ് കിട്ടാതെ വന്നു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു പ്ലാൻ ബി ഡെവലപ്പ് ചെയ്യും. സിനിമയ്ക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തന്നെ, ഇന്ന് ചിലപ്പോൾ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കാതെ നിരാശനാകാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മറ്റൊരു പദ്ധതി കൂടെ ആസൂത്രണം ചെയ്തുകൊണ്ട് പോകും. ഇന്ന് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ഞാൻ നേരെ അടുത്ത ബസ് പിടിച്ച് നേരെ ശംഖുമുഖം ബീച്ചിലേക്ക് പോകും. അവിടെ പോയി കുറച്ചു നേരം കടലിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് തിരിച്ചു വരും. അപ്പൊ ഈ പ്ലാൻ ബി റെഡിയാണ്. അപ്പൊ ഇൻ കേസ് സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വലിയ സങ്കടമോ നിരാശയോ ഒന്നുമില്ല, നമ്മൾ നേരെ അടുത്ത വണ്ടി പിടിച്ച് ബീച്ചിലേക്ക് പോകും. എന്നാൽ ഇന്നത്തെ ഒരു പ്രശ്നം, ഈ ഒരു പ്ലാൻ ബി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിൽ ടൈം ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാലത്ത്. ആ ടൈം ഗ്യാപ്പ് കൊണ്ടുള്ള ഗുണം, നമ്മുടെ ആഗ്രഹം നടക്കാം നടക്കാതിരിക്കാം, ഈ 2 പോസിബിലിറ്റീസുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു. അതിന്റെ ഗുണം എന്താ? ആഗ്രഹം നടക്കാതെ വന്നാൽ പകരം എന്ത് ചെയ്യണം, തൽക്കാലത്തേക്ക് ഒരു സന്തോഷം കിട്ടാൻ, അത് പ്ലാൻ ചെയ്യാൻ നമുക്ക് പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ആഗ്രഹം നടന്നില്ലെങ്കിലും നമ്മളങ്ങ് തകർന്നു പോകുന്ന അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. ഉള്ള ഈ പ്ലാൻ ബി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ ഇന്നിപ്പോൾ മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും ചെയ്യുന്നതിനിടയിലുള്ള ടൈം ഗ്യാപ്പ് അങ്ങ് അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പൊ അതിന്റെ കുഴപ്പം എന്താ? നമ്മൾ ആഗ്രഹിക്കുന്ന നടന്നില്ലെങ്കിൽ എടുത്തു ചാടിയുള്ള പ്രതികരണങ്ങൾ. നമ്മൾ പത്രത്തിലൊക്കെ വാർത്തകളൊക്കെ കാണുന്നുണ്ട് അല്ലേ? ഇപ്പൊ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിച്ച കാമുകൻ അല്ലേ? ഇപ്പോ മൊബൈൽ കളിക്കാൻ കൊടുക്കാത്തതിന് അമ്മയുടെ തലയടിച്ച് പൊട്ടിച്ച മകൻ. ഇങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ വായിക്കുന്നില്ലേ, ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നില്ലേ? ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കാരണം നമ്മുടെ എല്ലാം സ്വഭാവത്തിൽ പൊതുവെ ഈ ഡിജിറ്റൽ ഈ സംഗതികൾ വ്യാപകമായതോടെ ഒരു അക്ഷമയുടെയും എടുത്തുചാട്ടത്തിൻ്റെയും ഒരു അവസ്ഥ കടന്നു വന്നിരിക്കുന്നു. നമ്മൾ ഇംപേഷ്യൻ്റ് ആൻഡ് ഇമ്പൾസീവ് ആയിരിക്കുകയാണ്. കാരണം നമ്മുടെ മനസ്സിന് നമ്മൾ ആഗ്രഹം നടക്കാതെ വരാം എന്നത് അങ്ങോട്ട് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ളൊരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ എടുത്തു ചാടിയുള്ള ദേഷ്യം പിടിച്ചുള്ള അക്രമം റേഞ്ചിലുള്ള പ്രതികരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്, നിങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോ ഇലക്ട്രിസിറ്റി വന്നു, ഒരുപാട് ഗുണങ്ങളുണ്ടായി. പക്ഷെ മനുഷ്യൻ കറണ്ട് അടിച്ച് മരിക്കാനും തുടങ്ങി എന്ന് വിചാരിച്ചുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന കറണ്ട് അടിച്ച് മനുഷ്യനെ കൊല്ലുന്ന ഒരു സാധനമാണ്, ആളെ കൊല്ലിയാണെന്ന് പറഞ്ഞുകൊണ്ട് കറണ്ട് ആരെങ്കിലും ഉപയോഗിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല.
ഉപയോഗിച്ചിട്ടുണ്ട്. എങ്ങനെ ഉപയോഗിച്ചു? യുക്തിസഹമായി ഉപയോഗിച്ചു. ജുഡീഷ്യസ് യൂസ് എന്ന് പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ ഉപകരണങ്ങൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ അതിന്റെ പല ഗുണങ്ങളും പറഞ്ഞു. ഒരുപാട് അറിവ് സമ്പാദിക്കാൻ പറ്റും. അതിന്റെ കൂടെ നമുക്ക് വളരെ ദൂരെയുള്ള ഏതെങ്കിലും ഒരു വിദഗ്ധനായ ഒരു വ്യക്തിയോട് ആശയവിനിമയം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അനായാസം ചെയ്യാൻ പറ്റും. പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ നേരെ വിമാനം പിടിച്ചോണ്ട് അമേരിക്കയ്ക്ക് പോകണമായിരുന്നു. ഇപ്പൊ അതൊന്നും ചെയ്യണ്ട. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടും അതിന്റെ കുറച്ച് പാർശ്വഫലങ്ങളാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഹൗ ടു ജുഡീഷ്യസ്ലി യൂസ് ദ ഡിജിറ്റൽ സ്പേസ്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളെ ആരോഗ്യകരമായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇത് നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം. ഒന്ന്, ഹെൽത്തി സ്ക്രീൻ ടൈം അല്ലെങ്കിൽ ആരോഗ്യകരമായ ദൃശ്യമാധ്യമ സമയം എന്നൊരു കൺസെപ്റ്റ്. അപ്പൊ എത്ര സമയമാണ് ഒരു വ്യക്തിക്ക് ഈ സ്ക്രീൻ ഡിവൈസസ് ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്നത്? ഞാൻ ഈ പറയുന്നത് 100% പ്രായോഗികമാകണമെന്നില്ല, എങ്കിലും പ്രായോഗികമാക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു സ്ക്രീൻ ഡിവൈസും കൊടുക്കരുതെന്ന് പറയും. കാരണം ആ പ്രായത്തിൽ വിഷ്വൽ മെമ്മറി എന്നൊരു സാധനമില്ല. നമ്മൾ ഈ കാണുന്ന സാധനം ബ്രെയിനിലോട്ട് രജിസ്റ്റർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടി ആ പ്രായത്തിൽ നമ്മുടെ ബ്രെയിനിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ആർക്കെങ്കിലും ഈ 2 വയസ്സ് പ്രായമുള്ളപ്പോൾ ജീവിതത്തിൽ നടന്ന ഏതെങ്കിലും സംഭവം ഓർമ്മയുണ്ടോ ദൃശ്യങ്ങളുടെ രൂപത്തിൽ? ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനിൽ വന്നിട്ടില്ല. അതുകൊണ്ട് 2 വയസ്സ് വരെ കുട്ടികൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ മൊബൈൽ ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കരുത്. അവരെ വെളിയിലോട്ട് ഇറക്കി ആകാശം കാണിച്ചു കൊടുക്കുക, കിളികളെ കാണിച്ചു കൊടുക്കുക, ചെടികൾ കാണിച്ചു കൊടുക്കുക, മരങ്ങൾ കാണിച്ചു കൊടുക്കുക, സൈഡിൽ കൂടെ ഭക്ഷണം കൊടുക്കുക. അതാണ് നല്ലത്. ഈ 2 വയസ്സിനും 3 വയസ്സിനും ഇടയ്ക്ക് 30 മിനിറ്റ്സ് ആണ് ഹെൽത്തി സ്ക്രീൻ ടൈം. 3 വയസ്സിനും 5 വയസ്സിനും ഇടയ്ക്ക് 1 അവർ ആണ് മാക്സിമം ഹെൽത്തി സ്ക്രീൻ ടൈം. 6 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് 2 hours ആണ് ഹെൽത്തി സ്ക്രീൻ ടൈം. ഈ 2 hours കാർട്ടൂൺസ്, വീഡിയോ ഗെയിംസ്, ഓൺലൈൻ ഗെയിംസ് തുടങ്ങിയ സൂപ്പർ ഫാസ്റ്റ് വിഷ്വൽസിന്റെ കണ്ടന്റ് മൊത്തം വിഷ്വൽ കണ്ടന്റിന്റെ 50% താഴെയായിരിക്കണം പറയും. അത് 2 മണിക്കൂർ നമ്മൾ സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ 1 അവറിൽ താഴെയായിരിക്കണം ഈ ഓൺലൈൻ ഗെയിംസ് പോലത്തെ സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള വിഷ്വൽസ്. ബാക്കി 1 അവർ സാധാരണ വേഗതയിലുള്ള വിഷ്വൽസും കൂടെ കണ്ടാൽ മാത്രമേ നമ്മുടെ ബ്രെയിന് നമ്മുടെ ഒരു നോർമൽ റേഞ്ചിൽ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് കുട്ടികളിൽ കാണുന്ന ചില പെരുമാറ്റ പ്രശ്നങ്ങളെ കുറിച്ചും കൂടെ ഞാൻ ഒന്ന് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞിട്ട് ചില ചോദ്യങ്ങൾക്ക് വേണ്ടി ഈ സെഷൻ ഓപ്പൺ അപ്പ് ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ചൈൽഡ്, അഡോളസെന്റ്, യങ് പീപ്പിൾ 3 വാക്കുകൾ ഉപയോഗിക്കുന്നത്. ചൈൽഡ് എന്ന് പറഞ്ഞാൽ 10 വയസ്സിൽ താഴെയുള്ള ആളാണ്. ഇതൊരു മെഡിക്കൽ ഡെഫിനിഷനാണ്, ലീഗൽ ഡെഫിനിഷൻ അല്ല. നിയമപ്രകാരം 18 വയസ്സ് വരെ ഉള്ളവരെല്ലാം ചൈൽഡാണ്. ഇവിടെ എല്ലാ നിയമങ്ങളും പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെല്ലാം ചൈൽഡിന്റെ നിർവചനത്തിൽ വരുന്നു. പക്ഷെ മെഡിക്കൽ ഇതിൽ 10 വയസ്സിൽ താഴെയുള്ളതാണ് ചൈൽഡ്. 10 മുതൽ 19 വയസ്സ് വരെ ഉള്ളതാണ് അഡോളസെന്റ് അല്ലെങ്കിൽ കൗമാരൻ. 10 വയസ്സ് തൊട്ട് 24 വയസ്സ് വരെ ഉള്ളതാണ് യങ് പീപ്പിൾ എന്ന് പറയും. അതായത് കൗമാരവും അത് കഴിഞ്ഞുള്ളൊരു 5 വർഷവും കൂടെ ചേർത്താണ് യങ് പീപ്പിൾ എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം മാനസിക ആരോഗ്യ പ്രശ്നങ്ങളിൽ 50% 14 വയസ്സിന് മുൻപ് ആരംഭിക്കുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 75% 24 വയസ്സിന് മുൻപ് ആരംഭിക്കും. ഈ 24 വയസ്സിന് ഒരു വലിയ പ്രസക്തിയാണ്. നമുക്ക് 18 വയസ്സിന്റെയും 21 വയസ്സിന്റെയൊക്കെ പ്രസക്തി അറിയാം അല്ലേ? 18 വയസ്സാണ് പ്രായപൂർത്തിയാകുന്ന, വോട്ടവകാശം. ഒരു പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ 18 വയസ്സ് മതി. ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ 21 വയസ്സ് പറയുന്നുണ്ട്. ഈ 24-25 വയസ്സിൽ മറ്റു ചില കാര്യങ്ങൾ നടക്കും. നമ്മുടെ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ഇപ്പം മൃഗശാലയിലെ സിംഹം കിടന്നുറങ്ങും, സിംഹം ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കും, അതിനുശേഷം അതിന് വേണ്ടുന്നതൊക്കെ അത് ചെയ്യും. ചുറ്റുപാടും ആളുകൾ നിൽക്കുന്നുണ്ടോ എന്നൊന്നും സിംഹം ശ്രദ്ധിക്കുന്നില്ല. എല്ലാ മൃഗങ്ങളും അതുപോലെയാണ്. അവർക്ക് എന്ത് വികാരങ്ങൾ തോന്നുന്നോ അത് അപ്പോൾ പ്രകടിപ്പിച്ചു പോവുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ആളും തരവും സന്ദർഭവും സാഹചര്യവും സമയവും ഒക്കെ നോക്കിയേ പല കാര്യങ്ങളും ചെയ്യുകയുള്ളൂ. ഇപ്പൊ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മുമ്പിൽ ആൾക്കാർ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് മാറ്റി വയ്ക്കാൻ തയ്യാറായേക്കും. അപ്പൊ ഈ സെൽഫ് കൺട്രോൾ, ഈ ആത്മനിയന്ത്രണം നമുക്ക് പറ്റുന്നത് നമ്മുടെ നെറ്റിയുടെ പുറകിൽ തലച്ചോറിന്റെ മുൻഭാഗത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്നൊരു സംഗതിയുണ്ട്.
ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും പുതിയ ഭാഗം. അതായത് പരിണാമത്തിൽ, എവല്യൂഷനിൽ ഏറ്റവും അവസാനം വികസിച്ച ഭാഗം, ഇപ്പോഴും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് മൃഗങ്ങളിലൊന്നും പൂർണ്ണമായിട്ട് വികസിച്ചിട്ടില്ല. മനുഷ്യരിലാണ് അത് കുറച്ചുകൂടെ വികസിച്ചിട്ടുള്ളത്. പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് കൊണ്ട് 3 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. നമുക്ക് എന്തെങ്കിലും ഒരു വികാരങ്ങൾ തോന്നിയാലും അത് സന്ദർഭവും സാഹചര്യവും ഒക്കെ നോക്കി മാത്രം പെരുമാറാൻ പറ്റുന്ന, പ്രകടിപ്പിക്കാൻ പറ്റുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളതുകൊണ്ടാണ്. ഇനി പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ രണ്ടാമത്തെ ഒരു ജോലി, ഇപ്പം മൃഗങ്ങൾ ആരെങ്കിലും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ട് നമുക്കറിയാമോ? അവർ ചെയ്യാറില്ല, മനുഷ്യൻ ചെയ്യുന്നു. എന്തുകൊണ്ടാ? നമുക്ക് കുറെ നാൾ കഴിഞ്ഞ് ഒരു ആക്സിഡന്റ് പറ്റി കിടന്നു പോയാൽ അന്ന് ഉപജീവനം കഴിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സേവ് ചെയ്ത് വെക്കുകയാണ് ഈ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്ന വഴി, അല്ലേ? അപ്പൊ നമ്മൾ ഭാവിയെ കുറിച്ച് കൂടെ ഒന്ന് ചിന്തിക്കും. മൃഗങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. ഇപ്പൊ വിശക്കുന്നു, ഇപ്പോൾ ഭക്ഷണം കഴിക്കാം, അത്രയേ ഉള്ളൂ. 6 മാസം കഴിഞ്ഞ് കാലൊടിഞ്ഞ് കടന്നു പോകുമോ എന്നൊന്നും അവര് ചിന്തിക്കുന്നില്ല. അപ്പൊ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ രണ്ടാമത്തെ ജോലിയാണത് പ്ലാനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ഫോർ ദ ഫ്യൂച്ചർ. ഭാവിക്ക് വേണ്ടിയുള്ള ആസൂത്രണവും കരുതിപ്പിക്കും. മൂന്നാമതൊരു സംഗതി കൂടെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനുണ്ട്. അതാണ് അറ്റൻഷൻ, അല്ലെങ്കിൽ ശ്രദ്ധ. ഇപ്പൊ നമ്മുടെ ശരീരത്തിലെല്ലാം കോശങ്ങളുണ്ട്, സെല്ലുകളുണ്ട്. തലച്ചോറിലും കോശങ്ങളുണ്ട്. തലച്ചോറിലെ കോശങ്ങളെ മസ്തിഷ്ക കോശങ്ങൾ, ന്യൂറോൺസ് എന്ന് പറയും. ഇപ്പൊ ന്യൂറോൺസ്, നമ്മൾ ബയോളജി പാഠപുസ്തകത്തിലേക്കൊന്ന് പോയാൽ 2 ന്യൂറോൺസ് തമ്മിൽ ഇങ്ങനെ ചെറിയ കൊമ്പ് പോലത്തെ ഒരു 2 സംഗതികൾ, അഗ്രഭാഗങ്ങൾ. 2 ന്യൂറോൺസിന്റെ ഇടയിൽ ഒരു ചെറിയ സ്പേസ് ഉണ്ട്, അതിനെ സിനാപ്സ് എന്ന് പറയും. ഈ സിനാപ്സ് എന്ന് പറഞ്ഞ പ്രദേശത്ത് ചില രാസവസ്തുക്കൾ നിലനിൽക്കുന്നു. അതിനെ നമ്മൾ നാഡീ സംപ്രേക്ഷണികൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ നാഡീ സംപ്രേക്ഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ വൈദ്യുതി തരംഗങ്ങളുടെ രൂപത്തിൽ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ പ്രധാനപ്പെട്ട ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, ഒരു നാഡീ സംപ്രേക്ഷണിയാണ് ഡോപ്പമിൻ. ഇപ്പൊ ഡോപ്പമിൻ എന്ന സംഗതി നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഒരു സാധനമാണ് ഡോപ്പമിൻ. ഇപ്പൊ ഡോപ്പമിൻ എല്ലാവരും പറയുന്നത് ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞൊരു വാക്കാണ്. പക്ഷെ ഡോപ്പമിൻ കേവലം ഈ ഹാപ്പി ഹോർമോൺ മാത്രമല്ല. ഡോപ്പമിന് കുറെ ജോലികളുണ്ട്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടല്ലേ? മിക്കവാറും വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഗേറ്റ് കാണും. എന്തിനാ ഗേറ്റ് വെക്കുന്നേ? നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ അകത്തോട്ട് കയറ്റാനും നമുക്ക് താല്പര്യമില്ലാത്തവരെയൊക്കെ ഒന്ന് തടഞ്ഞു നിർത്താനും, അല്ലേ? ഒരു ദിവസം ഒരു കൊടുങ്കാറ്റടിച്ചു, ഈ ഗേറ്റ് അങ്ങ് പൊളിഞ്ഞു വീണു. എന്തു പറ്റും? നമ്മൾ ക്ഷണിക്കാതെ തന്നെ വഴി കൂടെ പോകുന്ന മനുഷ്യരും മൃഗങ്ങളുമായ ആളുകളൊക്കെ അകത്തോട്ട് കയറിക്കൊണ്ടേയിരിക്കും നമ്മുടെ വീട്ടിനുള്ളിലേക്ക്. നമുക്ക് അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഇതേപോലെ നമ്മുടെ തലച്ചോറിനും ഒരു ഗേറ്റ് സംവിധാനമുണ്ട്. നമ്മളതിനെ സെൻസറി ഗേറ്റ് എന്ന് പറയും. ഈ സെൻസറി ഗേറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലെ ഡോപ്പമിൻ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ ഞാനൊരു കുറച്ചുകൂടെ ഒന്ന് നിങ്ങൾക്ക് സിമ്പിളി മനസ്സിലാക്കാൻ വേണ്ടി ഒരു കണക്ക് പറയാം. ഈ കണക്ക് 100% കൃത്യമായ കണക്കൊന്നും അല്ല. നിങ്ങൾക്ക് അത് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എളുപ്പമാർഗത്തിന് പറയുന്നതേ. എൻ്റെ തലച്ചോറിൽ ഇപ്പൊ 10 യൂണിറ്റ് ഡോപ്പമിൻ ഉണ്ടെന്ന് വിചാരിക്കുക. 10 യൂണിറ്റ് ഡോപ്പമിൻ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ക്ലാസ് ശ്രദ്ധിച്ച് പഠിപ്പിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ തലച്ചോറിൽ 10 യൂണിറ്റ് ഡോപ്പമിൻ ഉണ്ടെങ്കിൽ ചുറ്റുപാടും ഒരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഈ ശബ്ദങ്ങളെയൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നതിലോട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാനും പറ്റും. അറ്റൻഷൻ. അപ്പൊ ഈ ഡോപ്പമിന്റെ ആദ്യത്തെ ജോലിയാണ് അറ്റൻഷൻ അഥവാ ശ്രദ്ധ. ചില കുട്ടികളുടെ ബ്രെയിനിൽ 5 യൂണിറ്റ് ഡോപ്പമിനെ കാണും. 5 യൂണിറ്റ് ഡോപ്പമിനെ ഉള്ളൂ എങ്കിൽ നമ്മുടെ സെൻസറി ഗേറ്റ് പൊളിഞ്ഞു കിടക്കുകയാണ്. 10 യൂണിറ്റ് ഡോപ്പമിൻ ഉള്ള ആളിന് ചുറ്റുമുള്ള ശബ്ദത്തിനെയൊക്കെ എഡിറ്റ് ചെയ്ത് കളഞ്ഞ് അതിനെല്ലാം ഒഴിവാക്കി നമുക്ക് വേണ്ടുന്ന സംഗതിയിലോട്ട് ഫോക്കസ് ചെയ്യാം. 5 യൂണിറ്റ് ഡോപ്പമിനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ഗേറ്റ് പൊളിഞ്ഞു കിടക്കുകയാണ്. ഈ ക്ലാസ്സിൽ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ വീട്ടിലാരെങ്കിലും ഒച്ച വെച്ച് ഉടനെ അങ്ങോട്ട് തിരിയും. ഒരു ഹോണടി കേട്ട് ഉടനെ അങ്ങോട്ട് നോക്കും. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ADHD എന്ന് പറയുന്നത്. ഇപ്പൊ കുട്ടികളിൽ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും വ്യാപകമായി കാണുന്ന പെരുമാറ്റ പ്രശ്നം, കോമണസ്റ്റ് ബിഹേവിയറൽ പ്രോബ്ലം ഇൻ സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ ADHD ആണ്. അപ്പൊ ADHD ഉള്ള ഒരു കുട്ടിക്ക് ശ്രദ്ധക്കുറവ് കാണും. ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, ഒരു കോൺവെർസേഷനിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല, ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് മറന്നുപോകും. ഒരു 4 കാര്യങ്ങൾ പറഞ്ഞാൽ 2 എണ്ണമേ തലയ്ക്ക് പതിക്കത്തുള്ളൂ. അത് അമിത വികൃതി, ബഹളം, അങ്ങനത്തെ സംഗതികൾ, എടുത്തുചാട്ടം, ആഗ്രഹിക്കുന്നൊക്കെ ഉടനടി കിട്ടണം, ഇല്ലെങ്കിൽ പെട്ടെന്നുള്ള
പൊട്ടിത്തെറിയും ബഹളവും ദേഷ്യവും ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ADHD പല ടീച്ചർമാരും പല പേരൻസും ഒക്കെ ഇത് മനഃപൂർവ്വം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി അവൻ ബഹളം വെക്കുന്നതാണെന്നൊക്കെ പറയും. അല്ല, കാലൊടിഞ്ഞ ഒരാളിന് ഓടാൻ പറ്റുമോ? അയാളെ എല്ലാവരുടെ ചുറ്റും കൂടി ഇരുന്ന് ഉപദേശിക്കുകയാണ്. നീ ഒന്ന് വിചാരിച്ചാൽ മതി, നീ ഒന്ന് ഗെറ്റ് മോട്ടിവേറ്റഡ്, യു ക്യാൻ റൺ എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തത് അതിൻ്റെതായ സമയമെടുത്തത് ഹീൽ ചെയ്താലേ അയാൾക്ക് നടക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലെ ഡോപ്പമിൻ കുറവുള്ള ഒരു കുട്ടിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ADHD എന്ന് പറയുന്ന ആ ഒരു രോഗാവസ്ഥയുടെ പുറകിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലെ ഡോപ്പമിൻ കുറഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. അതിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ പറ്റൂ. അപ്പൊ നമ്മൾ ഡോപ്പമിൻ 10 യൂണിറ്റ് ഉണ്ടെങ്കിൽ അറ്റൻഷൻ, ശ്രദ്ധ പറ്റും. വൈകുന്നേരം പോയൊരു നല്ല സിനിമ കണ്ടു, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സിനിമ. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിൻ ഒരു 50 യൂണിറ്റ് ആയിട്ട് കൂട്ടി. നമുക്ക് ഭയങ്കരമായിട്ട് ആ സിനിമ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൊക്കെ എന്തെങ്കിലും നല്ല റിവ്യൂ ഒക്കെ എഴുതി. അടുത്ത വീക്കെൻഡിൽ കൂട്ടുകാരെ എല്ലാം കൂടെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ആ സിനിമയൊന്ന് കാണാൻ പോയി. വലിയ കുഴപ്പമുണ്ടോ? ഒരു സിനിമ 2 പ്രാവശ്യം കണ്ടു എന്ന് വിചാരിച്ച് കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല, സഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ സിനിമ കഴിഞ്ഞിട്ട് പുതിയൊരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. ആ ഹോട്ടലിലോട്ട് നമ്മൾ കയറി. ഒരു പുതിയ ഭക്ഷ്യവിഭവം അവിടുത്തെ വെയിറ്റർ വന്ന് പരിചയപ്പെടുത്തുന്നു. നമ്മളത് ഓർഡർ ചെയ്യുന്നു, കഴിക്കുന്നു. സൂപ്പർ ടേസ്റ്റ്. നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമിന് 75 യൂണിറ്റ് ആയിട്ട് അങ്ങ് കൂടുക. പിന്നീട് എപ്പോഴെങ്കിലും ആ വഴി പോയാൽ നമ്മൾ അവിടെ ഇറങ്ങി ആ ഹോട്ടലിൽ പോയി അതേ സാധനം ഓർഡർ ചെയ്തു ഒന്നുകൂടെ കഴിക്കാൻ ശ്രമിക്കും. കുഴപ്പമുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചിട്ട് ആരെങ്കിലും ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചതിൻ്റെ ആ സന്തോഷം അണപൊട്ടി ഒഴുകി ആരെങ്കിലും ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ ഭക്ഷണത്തിന്റെ കൂടെ ചില പദാർത്ഥങ്ങൾ അല്ലേ, ചില വെള്ളങ്ങളും കൂടെ അകത്തോട്ട് ചെന്നാൽ ചിലർ ഡാൻസ് കളിക്കുന്ന കാണും. അപ്പൊ ഈ ആൽക്കഹോളിക് ബെവറേജസ്, മദ്യം, ഇത് അകത്തോട്ട് ചെല്ലുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് ചിലപ്പോൾ ഒരു 200 യൂണിറ്റിന്റെ മുകളിലേക്ക് എത്തും. 200 യൂണിറ്റിന്റെ മുകളിലേക്ക് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ. അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ഓരിയിട്ട് നാട്ടുകാരെ എല്ലാം ഉണർത്തും. വഴി കൂടെ പോകുന്ന ആളുകളെ കയറി പിടിക്കാൻ നടക്കും. തുണിയില്ലാതെ റോഡിലോട് ഓടും. ഇത് ചെയ്യുന്ന ആളിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ കാണുന്ന ആളുകൾക്ക് എന്തൊരു വൃത്തികേടേ നീ കാണിക്കുന്നതെന്ന് പറയുകയും ചെയ്യും. അപ്പൊ ഇതാണ് സന്തോഷം ഒരു പൊതുശല്യമായി മാറുകയാണ് ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ. ഇനി നമ്മളിപ്പോ വ്യാപകമായി ലഭ്യമായ കുറെ ലഹരി വസ്തുക്കളുണ്ട് അല്ലേ? ഒരു വെളുത്ത പൊടിയുണ്ട്, എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിന്നെ കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ്, പിന്നെ കൊക്കെയിൻ, അങ്ങനെ പല പല സാധനം. ഇത്തരം ഐറ്റങ്ങളൊക്കെ അങ്ങോട്ട് വലിച്ചു കയറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ ഡോപ്പമിൻ ഒരു 1000 യൂണിറ്റിന്റെ മുകളിലേക്ക് പോകും. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുമല്ലോ അല്ലേ? ഈ ഡോപ്പമിൻ ഗ്ലൂക്കോസിനെ പോലെയാണ്. നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട് അല്ലേ? ഒരു 70 മുതൽ 140 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ വരെ ഗ്ലൂക്കോസ് ഉണ്ടെങ്കിൽ ശരീരത്തിലെ കോശങ്ങളെല്ലാം നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. 70 മില്ലിഗ്രാമിൽ താഴെയാണ് ഗ്ലൂക്കോസ് എങ്കിൽ നമുക്കൊരു ക്ഷീണവും തളർച്ചയും ഒക്കെ വരും, ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും. 200ന്റെ മുകളിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ പ്രമേഹം അല്ലേ, രക്തക്കുഴലുകളൊക്കെ അടയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് പോവാം. 500 മില്ലിഗ്രാമിന്റെ മുകളിലേക്ക് ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബോധക്കേട് വരാം. 600 മുകളിലേക്ക് പോയാൽ ചിലപ്പോൾ ആള് മരിച്ചും പോവാം. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഡോപ്പമിന്റെ കാര്യം. ഇപ്പൊ ഈ ഹൈബ്രിഡ് കഞ്ചാവും എമ്മും ബാക്കി സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു കയറ്റുമ്പോൾ ചിലപ്പോൾ ഒരു 1000 യൂണിറ്റിന്റെ മുകളിലേക്ക് ഡോപ്പമിനെ നോക്കും. അങ്ങനെ വരുമ്പോൾ ചെവിയിൽ അശരീരി ശബ്ദങ്ങൾ മുഴങ്ങുന്ന പോലെ ആരോ തെറി വിളിക്കുന്ന സൗണ്ട് നല്ല ക്ലിയർ ആയിട്ട് ചെവി കേൾക്കും. നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ തെറി വിളിക്കുന്ന ഒരു സൗണ്ട് കേട്ടാൽ നമ്മൾ തിരിച്ചു മറുപടി പറയും അല്ലേ? നമ്മൾ ഇരുന്നുകൊണ്ട് തെറി വിളിക്കും. നമ്മുടെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ ഒരുത്തനിരുന്ന് ഒറ്റയ്ക്കിരുന്ന് തെറി വിളിക്കുന്നു, അന്തരീക്ഷത്തിൽ 2 ഇടി ചവിട്ടൊക്കെ കൊടുക്കുന്നു. ഈ അവസ്ഥയ്ക്കാണ് ചിത്തഭ്രമം അല്ലെങ്കിൽ സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഡോപ്പമിൻ കേവലം ഒരു ഹാപ്പി ഹോർമോൺ മാത്രമല്ല, ഒരു പർട്ടിക്കുലർ ലെവലിൽ അത് അറ്റൻഷൻ ഉണ്ടാകുന്നു. അതിന്റെ മുകളിലേക്ക് പോകുമ്പോൾ അത് പ്ലഷർ, ഒരു സുഖവും സന്തോഷവും ഉണ്ടാകും. വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പബ്ലിക് ന്യൂയിസൻസ് ആകുന്ന പ്രകടനങ്ങൾക്ക് കാരണമാകും. അതിനും മുകളിലേക്ക് പോയാൽ ചിത്തഭ്രമം പോലെയുള്ള മാനസിക രോഗങ്ങൾ ഉണ്ടാകും. അപ്പൊ എല്ലാം ഒരു കറക്റ്റ് ലെവലിൽ, ഒരു കറക്റ്റ് അളവിൽ നിൽക്കണം എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായി. അപ്പൊ ഈ 10 യൂണിറ്റ് ഡോപ്പമിനുള്ള ആള് റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുന്നു, കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, പാട്ട് കേൾക്കുന്നു, സിനിമ കാണുന്നു, അയാളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു,
അയാളുടെ ബ്രെയിനിൽ ആവശ്യത്തിന് ഡോപ്പമിൻ കൂടും, ആവശ്യത്തിനുള്ള സന്തോഷമൊക്കെ പുള്ളിക്ക് കിട്ടും, പുള്ളി ഓക്കെ ആയിട്ടൊക്കെ പോകും. പക്ഷെ 5 യൂണിറ്റ് ഡോപ്പമിൻ മാത്രമുള്ള ADHD കുട്ടികൾക്ക് പലപ്പോഴും ഇങ്ങനത്തെ സാധാരണ കാര്യങ്ങളൊന്നും സന്തോഷം പകരണമെന്നില്ല. അവര് ഈ ADHD ചികിത്സിക്കാതിരുന്നാൽ അവരൊരു ഹൈ ത്രിൽ സീക്കിംഗ് ബിഹേവിയറിലേക്ക് പോകും. അവർക്ക് ഈ സാധാരണ സംഗതികളൊന്നും അവർക്ക് വലിയ എന്റർടൈൻമെന്റ് വരില്ല. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ കാർട്ടൂൺസിലോട്ട് അവർ അഡിക്റ്റ് ആവും. അമ്മമാര് കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ട് പോവുകയും ചെയ്യും. കാരണം ഈ കാർട്ടൂണിന്റെ ഫ്രണ്ടിലേ ഇദ്ദേഹം ഇരിക്കത്തുള്ളൂ, മറ്റൊരിടത്തിന്റെ ഇരിക്കത്തുള്ളൂ. പക്ഷെ ആലോചിച്ച് നോക്കൂ, സ്പ്ലിറ്റ് സെക്കൻഡിൽ മാറുന്ന വിഷ്വൽസ് ഉള്ള കാർട്ടൂൺ 2 മണിക്കൂർ കണ്ടിട്ട് പിന്നെ വന്നിരുന്ന് പുസ്തകം വായിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ആ കാർട്ടൂണിന്റെ സ്പീഡുമായിട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങ് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇഴഞ്ഞു നീങ്ങുന്ന അക്ഷരങ്ങൾ വായിക്കാൻ വരുമ്പോൾ പുസ്തകം എല്ലാം വലിച്ചു കീറി എറിഞ്ഞിട്ട് അതുവഴി പോകാനായിട്ട് തുടങ്ങും. ഈ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്നുകൂടെ കൂടും. കൗമാരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ ഓൺലൈൻ ഗെയിമുകളിലേക്ക് വരും. ഈ ഓൺലൈൻ ഗെയിമുകളുടെ പ്രത്യേകത അറിയാമല്ലോ, ഒരു നിയർ മിസ് നിയർ ഹിറ്റ് ഇഫക്റ്റ് എന്ന് പറയും. അവസാന നിമിഷം വരെ നമ്മളെ ത്രസിപ്പിച്ചിട്ടാണ് അതിന്റെ ഒരു ജയപരാജയങ്ങൾ വരുന്നത്. അപ്പൊ ജയിച്ച ആളിന് ആ ത്രില്ല് കിട്ടാൻ ഒന്നുകൂടെ കളിക്കാൻ പോകും, തോറ്റ ആളിനൊരു നാരോ മിസ്സാണ്, അടുത്ത കളി ഞാൻ ജയിച്ചിരിക്കും, അങ്ങനെ അതിലോട്ട് പോകും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഇനി ഒരു കൗമാരത്തിന്റെ തുടക്കത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവര് ഡ്രഗ്സിന്റെ എക്സ്പെരിമെന്റിലേക്ക് പോകും. അപ്പൊ ADHD കുട്ടികൾ 12 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ലഹരി പരീക്ഷണങ്ങൾ തുടങ്ങുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മറ്റു കുട്ടികളെ അപേക്ഷിച്ചൊരു 3 മുതൽ 4 വർഷം മുൻപ് തന്നെ ഇവര് ലഹരി പരീക്ഷണങ്ങൾ വരുന്നു. ഇവര് ലഹരിക്ക് അഡിക്റ്റഡ് ആകാനുള്ള ചാൻസും വളരെ വളരെ കൂടുതലാണ്. അപ്പോ ഈ ഒരു സംഗതി നമ്മൾ ഓർത്തിരിക്കണം. ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ചയെത്തുന്നത് 25 വയസ്സാവുമ്പോഴാണ്, 24 to 25 ഇയേഴ്സ്. ആ ഒരു പ്രായം എത്തുമ്പോഴാണ് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ചയെത്തുന്നത്. ഇപ്പൊ 24 വയസ്സിന് മുൻപേ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ വരും. പ്രധാനമായിട്ട് നമുക്ക് പലരോടും ഇഷ്ടമൊക്കെ തോന്നും. ഈ കൗമാരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വശമാണ് ഒരു റൊമാൻസ് അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നതൊക്കെ. നമുക്ക് ചില ആളുകളോട് ഇഷ്ടം തോന്നും, അവരുടെ കൂടെ ജീവിതകാലം മൊത്തം നമുക്ക് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നും. സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഹൂ ഷുഡ് ബി യുവർ പാർട്ട്ണർ? ആരായിരിക്കണം നിങ്ങളുടെ ജീവിത പങ്കാളി? നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കാനും നശിപ്പിക്കാനും ഒരുപോലെ പ്രാപ്തിയുള്ളൊരു തീരുമാനമാണ്. പല മഹാന്മാരായ ആളുകളും ജീവിത പങ്കാളി ഇവർ യോജിച്ച ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ട് മാത്രം ജീവിതത്തിൽ വലിയ നാശനഷ്ടങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ ശരാശരി ആയിട്ടുള്ള വ്യക്തികൾക്ക് വളരെ എൻകറേജിങ് ആയിട്ടുള്ള ലൈഫ് പാർട്ട്ണറിനെ കിട്ടിയതുകൊണ്ട് അവർ പിന്നീട് ജീവിതത്തിൽ വളരെ ഉയരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹൂ ഷുഡ് ബി യുവർ ലൈഫ് പാർട്ട്ണർ, ഈ ഒരു ചോദ്യം ഒരു തമാശ ചോദ്യം പോലെ ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, പക്ഷെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഈ ഡിസിഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്? ഇപ്പൊ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ലൈഫ് സ്കിൽ ഉണ്ട്. ഇപ്പൊ ലൈഫിലെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷനാണ് ഹൂ ഷുഡ് ബി യുവർ ലൈഫ് പാർട്ട്ണർ. നിങ്ങൾ എന്ത് കോഴ്സ് പഠിക്കണം, ഏത് രാജ്യത്ത് ജീവിക്കണം, എന്ത് ജോലി ചെയ്യണം എന്നുള്ളതിനേക്കാളും പ്രധാനപ്പെട്ടതായിരിക്കാം ഹൂ ഷുഡ് ബി യുവർ ലൈഫ് പാർട്ട്ണർ. അപ്പൊ ഈ ഒരു തീരുമാനം നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ചയെത്തിയതിനു ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം നിങ്ങൾ ഒരു 24-25 വയസ്സായി നിങ്ങളുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് പൂർണ്ണ വളർച്ച എത്തിയാൽ നിങ്ങളുടെ ജഡ്ജ്മെന്റ്, നിങ്ങളുടെ മൂല്യനിർണ്ണയം ശരിയായിരിക്കും. നമ്മൾ ഒരാളെ പരിചയപ്പെട്ടാൽ തന്നെ അയാളുടെ നല്ല വശങ്ങൾ എന്തൊക്കെയാണ്, നല്ലതല്ലാത്ത വശങ്ങൾ, എല്ലാ മനുഷ്യർക്കും നല്ല വശങ്ങളും നല്ലതല്ലാത്ത വശങ്ങളും ഉണ്ട്, ഒരു വാസ്തവമാണ്. 100% നല്ല മനുഷ്യൻ എന്നൊരു ആളില്ല, നല്ലതല്ലാത്ത വശങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സ്വഭാവവുമായിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും, ആ വ്യക്തിയുടെ സ്വഭാവവുമായി നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. നമ്മൾ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ വേവ് ലെങ്ത് മാച്ച് ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ ഈ വേവ് ലെങ്ത് മാച്ച് ചെയ്യുമോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഫുള്ളി മെച്ചുവർ ആയതിനു ശേഷം. സോ എനി ഡിസിഷൻ യു ടേക്ക് ആഫ്റ്റർ യുവർ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഇസ് ഫുള്ളി മെച്ചുവർ ഇസ് ലൈക്ലി ടു ബി a mature and intelligent decision, while any decision taken before that age is likely to be an impulsive, immature and emotion laden decision എന്ന് പറയും. 25 വയസ്സിന് മുൻപ് അല്ലെ 24 വയസ്സിന് മുൻപ് നിങ്ങൾ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ പലപ്പോഴും അതിവൈകാരികവും എടുത്തുചാട്ട സ്വഭാവമുള്ളതും അപക്വവുമാവാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഫുള്ളി മെച്ചുവർ ആയതിനു ശേഷം എടുക്കുന്നത് ഏറ്റവും നല്ല തീരുമാനം. ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു. ഈ പറയുന്ന പോയിന്റ് 14,558 സ്റ്റുഡൻസ് ആണ് 2024 ഇന്ത്യയിൽ ഒട്ടാകെ
ആത്മഹത്യ ചെയ്തു. സ്റ്റുഡൻറ് സൂയിസൈഡ്സ്. 14,458 students killed themselves in one single year in India. 2023 കണക്കെടുക്കുക, 13,298 ഉള്ളൂ. അതായത് 1,200 സ്റ്റുഡൻസ് കൂടുതലായിരുന്നു തൊട്ടടുത്ത വർഷം സൂയിസൈഡിൽ. അപ്പോ മനുഷ്യ ജീവി മാത്രം ജീവജാലങ്ങളുടെ ഇടയിൽ ചെയ്യുന്നൊരു സാധനമാണ് ഈ ആത്മഹത്യ. മറ്റു ജീവജാലങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പട്ടിയോ കോഴിയോ ഒന്നും ആത്മഹത്യ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടില്ല. മനുഷ്യനത് ചെയ്യും. ഇതും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിന്റെ പാർശ്വഫലമാണെന്ന് പറയാം. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഇല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമ്മളെ വ്യാകുലപ്പെടുത്തുന്നില്ല, വരാനിരിക്കുന്ന കാര്യങ്ങളെയും നമ്മളെ വ്യാകുലപ്പെടുത്തും. നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കണം, ഇന്ന് കിടന്നുറങ്ങണം, മതി. പക്ഷെ ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് ഉള്ളത് കൊണ്ട് പഴയ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് ഒട്ടിക്കുന്നു. വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യും. ഇത് രണ്ടുമാണ് നമ്മുടെ വിഷമങ്ങളുടെയൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പൊ പലപ്പോഴും ഡിപ്രഷൻ, ലോകാരോഗ്യ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ആത്മഹത്യകളുടെ ഏറ്റവും സാധാരണമായതും ഏറ്റവും അനായാസം തടയാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദ രോഗം അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഡിപ്രസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഡിപ്രസ്ഡ് ആണ്, നമ്മുടെ വീട്ടിലുള്ള ഒരാൾ ഡിപ്രസ്ഡ് ആണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഡിപ്രഷൻ തിരിച്ചറിഞ്ഞത് പരിഹരിക്കാൻ കഴിഞ്ഞാൽ യു ക്യാൻ പ്രിവെന്റ് സൂയിസൈഡ്സ്. അതേസമയം തിരിച്ചറിയപ്പെടാതെയും ചികിത്സിക്കപ്പെടാതെയും പോകുന്ന ഡിപ്രഷൻ ആത്മഹത്യകൾക്ക് വഴിതെളിക്കും. ഡിപ്രഷന്റെ 9 ലക്ഷണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ തന്നെ ഏതാണ്ട് 1 മണിക്കൂറോളമായി നമ്മൾ സംസാരിച്ചു തുടങ്ങിയിട്ട്. ഡിപ്രഷന്റെ 9 ലക്ഷണങ്ങൾ: ഒന്നാമത്തേത്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ്. ഒന്നും നമ്മളെ സന്തോഷിപ്പിക്കുന്നില്ല. 2, പണ്ട് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഫുട്ബോൾ കളിക്കാൻ താല്പര്യമില്ല, TV കാണാൻ താല്പര്യമില്ല, ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ താല്പര്യമില്ല, മൊബൈൽ നോക്കാൻ പോലും താല്പര്യമില്ല. 3, അകാരണമായ ക്ഷീണം, എപ്പോഴും അങ്ങ് കിടക്കണം, ഉറങ്ങണം എന്ന് തോന്നും. എന്നാൽ ഉറക്കം വരുന്നുമില്ല, കട്ടിൽ നിന്ന് എഴുന്നേക്കാൻ തോന്നുന്നുമില്ല, ശരീരത്തിന് വല്ലാത്ത ക്ഷീണം. 4, ഉറക്കക്കുറവാണ്. നമ്മൾ കിടന്നാലും ഇടയ്ക്ക് അങ്ങ് ഉണർന്നു പോകുന്നു, പിന്നെ ഉറക്കം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 5, വിശപ്പില്ലായി. വളരെ പ്രിയപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ മുൻപിൽ കൊണ്ട് വെച്ചാൽ പോലും ഒരു താല്പര്യവും തോന്നുന്നില്ല. 6, ഏകാഗ്രത കുറവാണ്. നമ്മളുടെ ചിന്തകൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റു പല ചിന്തകളും വന്ന് നമ്മൾ അങ്ങ് ഡിസ്ട്രാക്റ്റഡ് ആയി. 7, നമ്മുടെ ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗത കുറയുന്നു. ഒരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു. ഒരു പ്രവൃത്തി ചെയ്യാൻ ആരെങ്കിലും നിർദ്ദേശം നൽകിയാൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് വൈകി പോകുന്നു. 8, ഒരു നിരാശയും പ്രതീക്ഷയില്ലായിരിക്കും. ജീവിതം ഇങ്ങനെ പോയാൽ രക്ഷപ്പെടില്ല എന്നൊരു തോന്നൽ, ഒരു ഹോപ്പ്ലെസ്നെസ് വരിക. എൻ്റെ പ്രയാസങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ, ഒരു ഹെൽപ്ലെസ്നെസ് വരും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അകാരണമായ കുറ്റബോധം. നമ്മൾ കൗമാര സഹജമായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യും, നോർമലായിട്ട് ഏജ് അപ്രോപ്രിയേറ്റും ആയിരിക്കും. പക്ഷെ അതൊക്കെ കുറ്റമായിരുന്നു, തെറ്റായിരുന്നു, അതിന് ദൈവം തന്ന ശിക്ഷയാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്നൊക്കെയുള്ളൊരു പാപബോധം മനസ്സിലായി. അല്പം കൂടെ തീവ്രമായി ഡിപ്രഷൻ ഏറ്റവും തീവ്രമാകുമ്പോഴാണ് ഫീലിംഗ് ഓഫ് വർത്ത്ലെസ്നെസ്. ഞാനൊരു ഉപയോഗശൂന്യനാണ്, എൻ്റെ കുടുംബത്തിന് ഞാനൊരു ഭാരമാണ്, എൻ്റെ ബന്ധുക്കൾക്ക് ഞാനൊരു ബാധ്യതയാണ് എന്നൊരു തോന്നൽ വരുന്നത്. അത്രയും വന്നാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ്, അതാണ് 9ാമത്തെ ലക്ഷണം, സ്വയം ഇല്ലായ്മ ചെയ്യാനുള്ള താല്പര്യം, മരിക്കണമെന്നുള്ള ആഗ്രഹം, ആത്മഹത്യാ പ്രവണത. ഈ 9 ലക്ഷണങ്ങളിൽ 5 എണ്ണമെങ്കിലും 2 ആഴ്ച തുടർച്ചയായി നീണ്ടുനിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള ഡിപ്രഷനാണെന്ന് പറയാം. അപ്പോ നമ്മൾ നേരത്തെ ഡോപ്പമിന്റെ കാര്യം പറഞ്ഞ പോലെ വേറെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിലുണ്ട്, സെറട്ടോണിൻ പറയും. ആ സെറട്ടോണിൻ വല്ലാതെ കുറയുമ്പോഴാണ് ഈ ഡിപ്രഷനിലേക്ക് പോകുന്നത്. ഇത് കൃത്യമായിട്ട് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്തി എടുക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമ്മൾ മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും. നമ്മുടെ ഏതെങ്കിലും വേണ്ടപ്പെട്ടൊരു വ്യക്തി വിഷമിച്ചിരുന്നാൽ നമ്മൾ 5 കാര്യങ്ങൾ ചെയ്യണം. 1, അങ്ങോട്ട് ചെന്ന് അയാളോടൊന്ന് ചോദിക്കണം, എന്താ നീ മൂഡ് ഔട്ട് ആയിട്ടിരിക്കുന്നത്, ജസ്റ്റ് അപ്രോച്ച്. 2, അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ, അയാളെ തടസ്സപ്പെടുത്താതെ, അയാളെ കുറ്റപ്പെടുത്താതെ കേൾക്കുക, ലിസൺ. ചിലപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളോ എന്ന് പറയാൻ നമുക്ക് തോന്നും, പക്ഷെ നിസാരവൽക്കരിക്കാതെ കേൾക്കുക. ദാറ്റ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. 3rd one is give information and reassurance. തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ വിഷമിച്ചിരിക്കുന്നതെങ്കിൽ ശരിയായ വിവരം പകർന്നു കൊടുത്ത് അയാളെ ആശ്വസിപ്പിക്കുക.
ഇനി ചിലപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നത്തിലൂടെ അയാൾ കടന്നുപോയിരിക്കും. അയാളുടെ അച്ഛന് സ്റ്റേജ് 4 ക്യാൻസർ ആണ്, മരണക്കിടക്കയിലാണ്. സാരമില്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് അവിടെയും വി ക്യാൻ ഓഫർ സംതിങ് കോൾഡ് റീഅഷ്വറൻസ്. എന്താ റീഅഷ്വറൻസ് എന്ന് പറയുന്നു? നിന്നെ മൊത്തമായിട്ട് ഞാൻ അങ്ങ് ഏറ്റെടുത്ത് ശരിയാക്കി തരാം എന്നല്ല നമ്മൾ പറയും. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ടാവും വിധം ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ദിസ് ഇസ് റീഅഷ്വറൻസ്. അപ്പൊ ഈ 3 സ്റ്റെപ്പും ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു 50% ആളുകൾ റിലാക്സ്ഡ് ആവും. എന്നിട്ടും പ്രശ്നങ്ങൾ തുടരുന്നുവെങ്കിൽ അത് അല്പം കൂടെ ഗൗരവമുള്ള ചികിത്സയൊക്കെ ആവശ്യമുള്ള സംഗതിയാണ്. അവിടെയാണ് 4ാമത്തെ സ്റ്റെപ്പ്, എൻകറേജ് പ്രൊഫഷണൽ ഹെൽപ്പ്. ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ നേരിട്ട് കണ്ട് ചികിത്സയോ കൗൺസിലിങ്ങോ എന്താണെന്ന് വെച്ചാൽ എടുക്കാൻ വേണ്ട സഹായം. 5ാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, എൻകറേജ് സോഷ്യൽ സപ്പോർട്ട്. വിഷമിച്ചിരിക്കുന്ന ഒരാൾ ഒറ്റപ്പെട്ടു പോകരുത്. അയാളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരും അയാളോടൊപ്പം ഉണ്ടാകണം. അയാളുടെ ആ അടുത്ത മാനസിക സമ്മർദ്ദം മറികടക്കുന്നത് വരെ വി ഷുഡ് സപ്പോർട്ട് ഹിം സോ ദാറ്റ് ഹി ഡസ് നോട്ട് ഡു എനിത്തിങ് ടു എൻഡ് ഹിസ് ലൈഫ്. അപ്പൊ ഇത്രയും നേരം, കഴിഞ്ഞ 1 മണിക്കൂർ നേരമായി ഇത് വളരെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന കെ ഡിസ്കിന്, YIPക്ക്, ബിജു പരമേശ്വരൻ സാറിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. താങ്ക് യു വെരി മച്ച്. നന്ദി സാർ. വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഈ ടോക്ക് ആൾക്കാർ ലയിച്ചിരുന്ന് കേട്ടു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു സംശയമില്ല. നമ്മുടെ യുവ സുഹൃത്തുക്കളുടെ ചില സംശയങ്ങൾ നിവാരണം ചെയ്യാനുള്ള സമയം ഉണ്ടാവുമല്ലോ അല്ലെ? തീർച്ചയായും. കുറച്ച് ഡൗട്ടുകൾ. അപ്പൊ ഒന്ന് കൈ റൈസ്. ഓക്കെ, ഞാൻ ആ പ്രയോറിറ്റിയിൽ പോവാം. ഫാത്തിമ ഫെബിൻ ചോദിച്ചോളൂ. സ്റ്റുഡൻസിനെ അൺമ്യൂട്ട് ചെയ്യാം. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ഹലോ ചോദിച്ചോളൂ ഫാത്തിമ. ഹലോ സർ, ഫാത്തിമ ചോദിച്ചോളൂ. ഫാത്തിമ, ഞാൻ YIPക്ക് വേണ്ടിട്ട് ഒരു പ്രൊജക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ അത് ഈ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അതിനെ പറ്റി കുറച്ച് ഡൗട്ട്സ് ചോദിക്കാനാണ്. പറഞ്ഞോ. എന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നമ്മളിപ്പോ ന്യൂറോണുകൾ ഉണ്ടല്ലോ, അതെ, അതിന് വരുന്ന ബ്രെയിൻ വേവ്സുകളൊക്കെ സെൻസ് ചെയ്തിട്ട് അപ്പൊ അത് ഇമോഷൻ മനസ്സിലാക്കി നമ്മളെ ചുറ്റുപാടും റെഡിയാക്കി തരിക എന്നുള്ളൊരു മെഷീനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ്, ഫാനിന്റെ സ്പീഡ്, സ്മെല്ല്, വോയിസ്, അതേപോലെ ഈ മ്യൂസിക്, അതൊക്കെ റെഡിയാക്കല്. അതേപോലെ തന്നെ ഇതേ സംഭവം തന്നെ ഈ സംഭവം നടക്കുമ്പോ തന്നെ ഞമ്മക്ക് അപ്പോ നമ്മളെ മൂഡ് റെഡിയാക്കാൻ വേണ്ടിട്ട് നമുക്ക് ഏറ്റവും അടുത്ത ആഗ്രഹമുള്ള ഒരാളുണ്ടാവല്ലോ, അയാൾക്കൊരു മെസ്സേജ് വിടുകയോ അപ്പൊ നമ്മളുടെ അപ്പത്തെ അവസ്ഥ ഓട്ടോമാറ്റിക്കലി മെഷീൻ മനസ്സിലാക്കി അറിയിക്കുക എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പൊ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ എങ്ങനെ ആയിരിക്കും? അതുപോലെ ഇതില് കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള സജഷന് അത് പറയാം. വളരെ നല്ലൊരു ആശയമാണ്. കാരണം മെന്റൽ ഹെൽത്ത് ട്രാക്കർ അല്ലെങ്കിൽ ഇമോഷൻ ട്രാക്കർ എന്നൊക്കെ പറഞ്ഞുള്ള ചില ഡിവൈസുകൾ ഇപ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു കാറ്റഗറിയിൽ, ആ ബ്രോഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു സംഗതിയായിട്ട് മോളുടെ ഈ ഒരു പ്രോജക്റ്റിനെ നമുക്ക് എടുക്കാം. വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമായിരിക്കും. ഇപ്പൊ തന്നെ ചില പ്രത്യേകതരം സ്മാർട്ട് വാച്ച് പോലത്തെ ചില ഡിവൈസുകൾ കിട്ടിയാൽ നമ്മുടെ ഹാർട്ട് ബീറ്റ്, പ്രഷർ, ECG ഇതിലെന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഉടനടി ഇപ്പൊ ചില സ്ഥാപനങ്ങൾ, ചില ആശുപത്രികൾ അവരുടെ രോഗികളുടെ ഈ പറഞ്ഞ ഈ ഡിവൈസ് അവരുടെ ഒരു സെൻട്രലൈസ്ഡ് യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്ത് പോലും വെച്ചിട്ടുണ്ട്. അപ്പൊ അവർ ചികിത്സിക്കുന്ന ഒരു രോഗിക്ക് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിനോ ഡോക്ടറിനോ അറിയാനും ഉടനടി ഇടപെടാനും പറ്റുന്ന തരത്തിൽ. അപ്പൊ ഏതാണ്ട് അതിന്റെ ഒരു ചുവട് പിടിച്ചുള്ള അതേ മാതൃകയിലുള്ളൊരു സംഗതിയായിരിക്കും. അപ്പൊ ഇതില് ടെക്നോളജിയിലെ ഒരു ചെറിയൊരു സംഗതി എന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഇമോഷൻ എന്ന് പറയുന്ന ഒരു സാധനം സാധാരണഗതിയിൽ നമ്മൾ പ്രകടിപ്പിക്കണം എന്തെങ്കിലും തരത്തിൽ, ഒന്നുകിൽ സംസാരത്തിലൂടെ അല്ലെങ്കിൽ ഭാവത്തിലൂടെ. ഇമോഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ വരും. നമ്മുടെ ഹൃദയമിടിപ്പിന്റെ തോതിൽ മാറ്റം വരും, രക്തസമ്മർദ്ദത്തിന്റെ തോതിൽ മാറ്റം വരും, ബോഡി ടെമ്പറേച്ചറിൽ മാറ്റം വരും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുകയാണ്. കാരണം ഒരു കാം ആയിട്ടുള്ളൊരു മാനസിക നിലയിൽ
ബ്ലഡ് പ്രഷർ ഇത്രയായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് ഇത്ര ആയിരിക്കും, ടെമ്പറേച്ചർ ഇത്രയായിരിക്കും, അങ്ങനെയുള്ള കുറച്ച് സാധനം. സംസാരത്തിന്റെ സ്പീഡ് പോലും ചിലപ്പോൾ മാനസിക നിലയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ അതിലെന്തെങ്കിലും ഒരു ഡീവിയേഷൻ, ഒരു 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മുകളിലോ താഴെയോ ഉള്ള ഒരു വ്യത്യാസം കണ്ടാൽ ആ വ്യത്യാസം ഉടനടി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളിനെ അറിയിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പോ ഒരു പ്രയാസം ഉണ്ട് എന്നുള്ളത് നമ്മുടെ അടുത്തുള്ളൊരു ആളിന് അത് അറിയാനും വേണ്ടി വന്നാൽ അത് ഇടപെടാനും സാധിക്കും. അത് തീർച്ചയായിട്ടും അത് ബെനിഫിഷ്യൽ ആണ്. കാരണം ഈ പറഞ്ഞ ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അനിച്ഛാനാഡി വ്യൂഹങ്ങൾ, അതിനെ നിയന്ത്രിക്കുന്ന ആ ഘടകങ്ങളുമായി ചേർത്തുകൊണ്ട് ഈ മൂഡിനെ അസസ് ചെയ്യുന്ന തരത്തിലുള്ള സംഗതി ആയിരിക്കും കുറച്ചുകൂടെ ഒബ്ജക്റ്റീവ്, അതായത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു. താങ്ക് യു സർ. ഗബ്രിയല്ലേ? ഹലോ. പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ പ്രോജക്റ്റായിട്ട് ബന്ധപ്പെട്ടല്ല, അല്ലാതെ തന്നെയാണ് ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ എനിക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, സാറ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ സംഭവത്തെ പറ്റി പറഞ്ഞായിരുന്നു. അതായത് മൃഗങ്ങള് ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളാണ് പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഈ ഉറുമ്പിന്റെ കാര്യം നോക്കുമ്പോൾ ഉറുമ്പ് ഫ്യൂച്ചറിലേക്കും കൂടി സമ്മർ സീസണിലും വിന്റർ സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് സേവ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഉറുമ്പുകളുടെ ഒരു ബിഹേവിയർ ഒരു വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഉറുമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാങ്, ഒരു സംഘടിതമായിട്ടുള്ളൊരു, അപ്പൊ അത് ഒരാൾ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല അല്ലെ. ഉറുമ്പുകളെല്ലാം സംഘടിതമായിട്ട് പോയിട്ട് ഇങ്ങനെ ഒരു സംഗതികൾ കൊണ്ടുവരുന്നു, അത് പ്രത്യേക സ്ഥലത്തൊരു സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ തണുപ്പ് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാനും അല്ലെങ്കിൽ ഭക്ഷണം ശേഖരിക്കാനും ഉള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനുണ്ട്. അതിന്റെ ഒരു ലേണഡ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് പഠിച്ചെടുത്ത ഒരു പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ രീതിയിൽ വരുന്നത്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഘടിതമായ കാര്യങ്ങൾക്ക് അപ്പുറം വ്യക്തിപരമായിട്ടല്ലേ നമ്മള് വ്യക്തിപരമായ രീതിയിൽ കാര്യങ്ങൾ അവസ്ഥയിലേക്ക് പോകും. ഒരു വ്യത്യാസമായിട്ടുണ്ട്. അതാണ്. താങ്ക് യു. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. അത് ഈ ഡിപ്രഷനിലായിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമുക്ക് സാറ് 5 സ്റ്റെപ്സ് പറഞ്ഞല്ലോ, അവരോട് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ഇപ്പം പേഴ്സൺ ഇസ് നോട്ട് വില്ലിങ്, സംസാരിക്കാനായിട്ട് വില്ലിങ് അല്ല. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ടോക്ക് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, ബട്ട് വില്ലിങ് അല്ല ടോക്ക് ചെയ്യാനായിട്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരു റിയൽ ഡിപ്രഷൻ ആണ്, ആൻഡ് ഇഫ് ദ പേഴ്സൺ ഇസ് നോട്ട് വില്ലിങ് എങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റെഡ് ഫ്ലാഗ് ആണ്. റെഡ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അപകട സൂചനയാണ്. അതായത് ഹീസ് കട്ടിങ് ഓഫ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് അകന്നു പോകും. ഇത് ഒരുപക്ഷെ ചില ആളുകൾ ബൈ നേച്ചർ അവർക്ക് വിഷമം വരുമ്പോൾ ഒറ്റയ്ക്കിരുന്ന് അത് പ്രോസസ്സ് ചെയ്ത് തീർത്ത് അതിനെ മറികടന്ന് അതിനുശേഷം മാത്രം ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളൊരു നേച്ചറുള്ള ആളായിരിക്കും. പക്ഷേ അങ്ങനെ ബേസിക് നേച്ചർ അങ്ങനെ അല്ലാത്ത ഒരാളാണെന്ന് വിചാരിച്ചോളൂ. അദ്ദേഹം എല്ലാവരോടും ഇടപെടാൻ ആഗ്രഹിക്കുന്നു, വിഷമം വന്നാലും സന്തോഷം വന്നാലും പങ്കുവയ്ക്കുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള ഒരാൾ ഇങ്ങനെ കട്ട് ഓഫ് ചെയ്യുന്നുവെങ്കിൽ ഇറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് പ്രോബബിളി ഹീസ് പ്ലാനിങ് ടു കട്ട് ഓഫ് ഫ്രം ദ വേൾഡ് എന്നുള്ളൊരു സൂചനയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ അവരുടെ വീട്ടുകാരെ നമ്മൾ ഈ ഒരു കാര്യം വളരെ സീരിയസ് ആയിട്ടൊന്ന് ഇൻഫോം ചെയ്യണം. കാരണം ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, അദ്ദേഹം സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഹിം എന്നൊരു മെസ്സേജ് കൊടുക്കണം. അപ്പൊ അത് നമ്മൾ മെന്റൽ ഹെൽത്ത് ലിറ്ററസി, മാനസികാരോഗ്യ സാക്ഷരത എന്ന് പറയുന്നത് നിങ്ങളുടെ തലമുറയിൽ വളരെയധികം ഉണ്ട്, നിങ്ങൾ സ്റ്റുഡൻസിന്റെ ഗ്രൂപ്പിൽ. ഞങ്ങളുടെ തലമുറയിൽ അത് വളരെ കുറവാണ്. അപ്പൊ പല മാതാപിതാക്കളും അത് ഗൗരവമായിട്ട് എടുക്കണമെന്നില്ല. അവർ പറയും അത് അവൻ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അത് തന്നെ ശരിയായിക്കോളും എന്നായിരിക്കും. പക്ഷെ അങ്ങനല്ല. അപ്പൊ മിക്കവാറും ഈ ലോകത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിന് തൊട്ട് മുമ്പുള്ള 3 മാസത്തിനുള്ളിൽ എന്തെങ്കിലും വാർണിംഗ് സൈൻസ് തരും. ആ വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആരോടും സംസാരിക്കാതെ കട്ട് ഓഫ് ചെയ്യുന്നത് തൊട്ട് വാട്സാപ്പിൽ ഇടുന്ന സ്റ്റാറ്റസും ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറീസും അടക്കം പലതിലൂടെയും അവർ സൂചനകൾ നൽകും. അപ്പൊ അത് കാണുമ്പോൾ നമ്മളത് പിക്കപ്പ് ചെയ്യണം, ഒന്ന് റീച്ച് ഔട്ട് ചെയ്യണം. if the person is not willing to talk, please inform his parents or near and dear ones.
അത് അത്രയും ചെയ്യാന്നുള്ളത് അവിടെ നമ്മൾ ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. സർ ഒരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞാണ് സർ, ഇത് കുറച്ച് ഡിഫറെന്റ് ടോപ്പിക് ആണ്. ബട്ട് എൻ്റെ പ്രൊജക്റ്റിനകത്ത് ഈ എഡ്യൂക്കേഷൻ ഹെൽപ്പിങ്ങിനെ കുറിച്ചാണ്. സോ ഒരു പുവർ അല്ലെങ്കിൽ ബാഡ് എൻവയറമെന്റ് റേസ് ആയ കുട്ടിയും ഒരു മിഡിൽ ക്ലാസ് എൻവയറമെന്റ് റേസ് ചെയ്ത കുട്ടിയും ഒരു എലീറ്റ് എൻവയറമെന്റ് കുട്ടിക്കകത്തും IQ ഡിഫറൻസ് വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സത്യമാണോ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കേട്ടിട്ടുണ്ട്. സോ എന്താണ് ഈ ഫാക്ടേഴ്സ്, ഇത് ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? പിന്നെ ഇതിനെ ഈ ജെനറ്റിക്സ് പോലത്തെ കാര്യങ്ങളും ഈ ഏർലി മാൽന്യൂട്രീഷനെയും എന്താ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എൻവയറമെന്റ് ചേഞ്ചസ് വെച്ചിട്ട്? അതായത് ബെറ്റർ എൻവയറമെന്റോ അല്ലെങ്കിൽ ബെറ്റർ റിസോഴ്സസ് കൊടുത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? യെസ്, വെരി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ എപ്പോഴും ദർ ഇസ് സംതിങ് കോൾഡ് 2 hit ഹൈപ്പോത്തസിസ്, 2 ഇടി സിദ്ധാന്തം എന്ന് പറയും. എല്ലാ സംഗതികളും, അതൊരു അസുഖമാണെങ്കിലും ഒരു ബിഹേവിയർ ആണെങ്കിലും ഒരു ശാരീരിക ക്ഷമതയാണെങ്കിലും ഒക്കെ അതിന്റെ പുറകിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ജീവശാസ്ത്രപരമായ കാര്യങ്ങളാണ്. ഈ ജീവശാസ്ത്രപരമായ കാര്യങ്ങളിൽ ജനറ്റിക്സ് ഉണ്ട്, പാരമ്പര്യം. നമ്മൾ ഗർഭസ്ഥ ശിശു ആയിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് വരുന്ന അസുഖങ്ങളും അമ്മയ്ക്ക് വരുന്ന പോഷകാഹാരക്കുറവും അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളും. ഇതെല്ലാം കഴിഞ്ഞ് സെക്കൻഡ് ഹിറ്റ് എന്ന് പറയുന്നതാണ് ലൈഫ് എക്സ്പീരിയൻസസ്, അതായത് ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. അതൊരു പക്ഷേ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മുതിർന്നതിന് ശേഷവും ഉണ്ടാകുന്ന ജീവിതത്തിലെ സമ്മർദ്ദ സാഹചര്യങ്ങൾ ഓരോ രീതിയിൽ നമ്മളെ സ്വാധീനിച്ചു. ഇത് 2 കൂടെ ചേരുമ്പോഴാണ് ഒരു പ്രത്യേക അവസ്ഥ വരുന്നത്. അപ്പോൾ ജെനറ്റിക്സിന് ഒരു പങ്കുണ്ട്, എൻവയൺമെന്റിനും ഒരു പങ്കുണ്ട്. അപ്പൊ E=mc² എന്ന് പറയുന്ന ഒരു ഫോർമുല നമുക്കെല്ലാം അറിയാം. അപ്പൊ ഞങ്ങള് മനഃശാസ്ത്രത്തിന്റെ ഒരു സംഗതി പറയാറുണ്ട്, B=GE² എന്ന് പറയും. ബിഹേവിയർ ജെനറ്റിക്സ് ഇൻറ്റു എൻവയൺമെന്റ് സ്ക്വയർഡ് എന്ന് പറയും. അപ്പൊ അതിന്റെ അർത്ഥം ജെനറ്റിക്സിനേക്കാൾ ഇരട്ടി സ്വാധീനം ഈ എൻവയൺമെന്റ് ചെലുത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി താങ്കൾ ചോദിച്ച 2ാമത്തെ ചോദ്യം, ഇത് മിറ്റിഗേറ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും, ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. കാരണം അതിൽ ജനിച്ചു വീഴുമ്പോൾ തൊട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ 1000 ദിവസം ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്നാണ് പറയുന്നത്. ഈ ആദ്യത്തെ 1000 ദിവസത്തിലുള്ള കെയർ, അത് ന്യൂട്രീഷൻ ആയാലും ടച്ച് ആയാലും, അല്ലേ? ആദ്യത്തെ 1000 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഓഫ് മെമ്മറി എന്ന് പറയുന്നത് തന്നെ മാതാപിതാക്കളുമായി മാക്സിമം ബോഡി കോണ്ടാക്ട് കിട്ടാൻ ഉള്ള ഒരു സാധ്യതയാണ്. അപ്പം വിഷ്വൽ മെമ്മറിയേക്കാൾ കൂടുതൽ ഹാപ്റ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ടച്ചാണ് ആ സമയത്തുള്ളത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയില്ല എന്ന് വിചാരിച്ചോളൂ. ആദ്യത്തെ ഒരു 1000 ദിവസം പേരന്റിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് കഴിയേണ്ടി വന്നൊരു കുട്ടിയാണോ എന്ന് വിചാരിച്ചോളൂ. അവിടെയും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആ ഏർലി ഇൻസൾട്ടുകളെ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും. കാരണം 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ വിഷ്വൽ മെമ്മറി, ദൃശ്യസ്മൃതി എന്ന് പറഞ്ഞൊരു സാധനം. ഈ ഒരു പ്രായത്തിൽ ബിറ്റ്വീൻ 3 to 12 years ചിൽഡ്രൻ ഒബ്സർവ്, ഇമിറ്റേറ്റ്, ഇന്റേണലൈസ് അഡൽട്ട് ബിഹേവിയർ. മുതിർന്ന വ്യക്തികളുടെ സ്വഭാവ രീതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അനുകരിച്ച് തന്മയീഭാവം പ്രാപിക്കുന്ന ലെവലിലേക്ക് പോകും. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടികളുടെ മുൻപിൽ വെച്ച് ഹൗ ടു ബിഹേവ്, ഹൗ ദ അഡൽട്സ് ഷുഡ് ബിഹേവ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒഴിവാക്കുക, വഴക്കിടുന്ന ഒഴിവാക്കുക, കുട്ടിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത്, കുട്ടിയെ കംപ്ലീറ്റ് പാമ്പർ ചെയ്യുക എന്നുള്ളതല്ല, ഏജ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസിബിലിറ്റീസ് കൊടുത്ത് ആ റെസ്പോൺസിബിലിറ്റീസ് നന്നായി ചെയ്യുമ്പോൾ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്ത് ചില സിറ്റുവേഷൻസ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ കൊടുത്ത്, അത് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രൈസിസ് സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുത്ത്, ദാറ്റ് ഇസ് ഹൗ യു ഡെവലപ്പ് ദ സൈക്കി ഓഫ് എ ചൈൽഡ്. അപ്പൊ ഇത്രയും എഫേർട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഏർലി ആയിട്ടുള്ള സംഗതികളെ ഒരു പരിധി വരെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സർ, പിന്നെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾക്ക് റിലേറ്റഡ് ആണ്. സാധാരണ നമുക്കറിയാം, ഒരു കുട്ടിക്ക് ഒരു മോശം ലേണിംഗ് എൻവയറൻമെന്റ് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പഠിക്കാൻ പറ്റത്തില്ലെന്ന്, അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ലിമിറ്റ് ആവും. പക്ഷേ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ കാര്യങ്ങൾ ഡിഫറെൻ്റ് പ്രോസസ് ചെയ്യുന്നത്. സോ ഒരു നല്ല എൻവയറമെന്റ് ആണെങ്കിലും അവരെ സോഷ്യൽ ആക്സെപ്റ്റൻസ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവത്തില്ലേ? അവരെങ്ങനെയാണ് ഡിഫറെൻ്റ്ലി ആണ് കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഡിസ്ലെക്സി അല്ലെങ്കിൽ ഓട്ടിസത്തിനെ കുറിച്ച്. യെസ്. അപ്പോൾ ആദ്യം ഞാൻ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി എന്നൊന്ന് പറയാം. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് നോർമൽ ആണ്, പക്ഷേ
എഴുത്ത്, വായന, കണക്ക്, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ഏരിയയിലെങ്കിലും ഇന്റലിജൻസിന് യോജിക്കാത്തൊരു പിന്നാക്കാവസ്ഥ വരുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഓട്ടിസം ഇസ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. ഓട്ടിസത്തിലോട്ട് ഞാൻ പിന്നീട് വരാം. ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളൊരു കുട്ടിക്ക് തീർച്ചയായിട്ടും എൻവയൺമെന്റ് നല്ലതാണെങ്കിൽ പോലും ആ രീതിയിൽ അദ്ദേഹത്തിന്റെ പഠനം നേരെയാണോ എന്നില്ല. ബിക്കോസ് ദ വേ ഇൻ വിച്ച് ഹി പ്രോസസ്സസ് ഇൻഫർമേഷൻ ഇസ് സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ ഇനഫ് എന്ന് പറഞ്ഞൊരു വാക്ക് പഠിപ്പിക്കുകയാണ്, ENOUGH അല്ലെ. ഇനഫ് എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കത് എങ്ങനെ എഴുതാൻ തോന്നുന്നു? ENUFF എന്നാണ് എഴുതാൻ തോന്നുന്നത് അല്ലെ. അതിന്റെ ഉച്ചാരണത്തിനനുസരിച്ച് അക്ഷരം നിരത്തിയാൽ അങ്ങനെ അങ്ങ് എഴുതാനേ നമുക്ക് തോന്നുകയുള്ളൂ. അപ്പൊ ഈ രീതിയിലായിരിക്കും പലപ്പോഴും ഈ ഡിസ്ഗ്രാഫിയ ഒക്കെയുള്ള കുട്ടികൾ കാര്യങ്ങളെ പ്രോസസ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ENOUGH എന്നൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞ് ആ പ്രൊണൗൺസിയേഷൻ അവരെ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ദാ വരുന്നു അടുത്ത വാക്ക് THOUGH. ഒരു സാമ്യവും ഇല്ലാത്ത പ്രൊണൗൺസിയേഷൻ അല്ലേ, പക്ഷെ അക്ഷരങ്ങൾ നിരത്തിയിരിക്കുന്ന ഒരുപോലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇവർക്ക് പ്രോസസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട് വരും. അവിടെയാണ് നമ്മൾ മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പരിശീലനത്തിന് പ്രാധാന്യം വരുന്നത്. നമ്മൾ സാധാരണ പഠിക്കുമ്പോൾ ഇറ്റ്സ് എ കോർഡിനേഷൻ ബിറ്റ്വീൻ വിഷൻ ആൻഡ് ഓഡിഷൻ. ദർശനവും ശ്രവണവും തമ്മിലുള്ള ഏകോപനമാണ്. നമ്മൾ റ എന്ന് പറഞ്ഞൊരു അക്ഷരം ഇങ്ങനെ വളഞ്ഞിരിക്കുന്നു, റ എന്ന സൗണ്ട്. ഈ വളഞ്ഞിരിക്കുന്ന ഈ അക്ഷരത്തിന്റെ ആകൃതിയും സൗണ്ടും കൂടെ ഏകോപിച്ച് നമ്മുടെ ബ്രെയിനിലേക്ക് അങ്ങ് രജിസ്റ്റേർഡ് ആകുന്നു. അങ്ങനെ നമ്മൾ ആ അക്ഷരം പഠിക്കും. നമ്മൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് നമ്മൾ മൂന്നാമതൊരു സെൻസേഷനായി ടച്ചും കൂടെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. അതാണ് ഈ മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ. ചിലപ്പോൾ തെർമോകോളിൽ അക്ഷരങ്ങൾ വെട്ടിയെടുക്കുന്നു, ബ്രൈറ്റ് കളർ കൊടുക്കുന്നു. കണ്ണടച്ചിട്ട് ആദ്യം ആ അക്ഷരം ടച്ച് ചെയ്തതിന്റെ ടെക്സ്ചർ മനസ്സിലാക്കാൻ ആ കുട്ടിയോട് പറയുകയാണ്. Then you ask him to open the eyes. He sees the bright letter. Then you pronounce it. അപ്പൊ സ്പർശനം, ദർശനം, ശ്രവണം ഈ മൂന്ന് ഇന്ദ്രിയങ്ങളും കൂടെ ഏകോപിക്കുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികൾ പഠിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു വരാനായിട്ട് പറ്റും. അപ്പൊ അതൊരു സ്ലോ പ്രോസസ്സാണ്. കുറച്ച് സമയം, എഫേർട്ടും ഒക്കെ പേരൻസിന്റെ ഭാഗത്ത് നിന്ന് ടീച്ചേഴ്സിന്റെ ഭാഗത്ത് ഇടേണ്ടി വരും. ബട്ട് ഇഫ് ദേ ആർ വില്ലിംഗ് ടു സ്പെൻഡ് ടൈം, ഡെഫിനറ്റ്ലി അത് എളുപ്പമാവും. ഇനി ഓട്ടിസം ഇസ് എ ടോട്ടലി ഡിഫറെന്റ് തിങ്. ഓട്ടിസം ഇസ് എ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ. ആശയവിനിമയത്തിന്റെ അപര്യാപ്തതയാണ്. അപ്പൊ അവർക്ക് പ്രധാനമായിട്ടും അവര് വാക്കുകൾ കുറവാണ്, എക്സ്പ്രഷൻസ് കുറവാണ്, ഐ കോണ്ടാക്ട് അടക്കമുള്ള സോഷ്യലൈസേഷൻസ് കുറവാണ്. ഇതൊക്കെയാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്. അപ്പൊ അവര് ഓട്ടിസം ഉള്ള ഒരു 10% കുട്ടികൾക്കെങ്കിലും എക്സെപ്ഷണൽ ടാലന്റ് കാണും ചില ഏരിയാസ്, ഇൻക്ലൂഡിങ് ലിറ്ററേച്ചർ. അപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി അതിമനോഹരമായ ഒരു കവിതയൊക്കെ എഴുതി. ആ കവിതയിൽ, ഇംഗ്ലീഷിലുള്ള വളരെ മനോഹരമായ കവിതയിൽ പറയുന്നു, നിങ്ങൾ ഞങ്ങളെ പുറത്തു നിന്നുകൊണ്ട് ഇങ്ങനെ മൂല്യനിർണ്ണയം നടത്തരുത്, ഞങ്ങൾ വികാരങ്ങളില്ലാത്ത നിർവികാര ജീവികളാണ് എന്നൊന്നും നിങ്ങൾ കരുതരുത്, ഞങ്ങളുടെ മനസ്സിനുള്ളിൽ അലയടിക്കുന്ന കടലിനെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതിമനോഹരമായിട്ട് ഗംഭീരമായിട്ടുള്ള സംഗതികളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു എക്സ്പ്രഷന്റെ ഒരു വിഷയമാണ്. അപ്പൊ അതിന് നമ്മൾ ചിലപ്പം അല്പം ടൈം കൊടുക്കുകയും അതിനനുസരിച്ചിട്ട് ഇപ്പൊ അവർക്ക് ഏത് ഏരിയയിലാണ്, ഇപ്പം നമ്മൾ ഡിസബിലിറ്റി അസസ്മെന്റിനോടൊപ്പം സ്കിൽ അസസ്മെന്റും നടത്തണമെന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരു ഏരിയയിൽ സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ലിനെ മാക്സിമം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ slowly and steadily they may be able to express themselves. Thank you. Sir. ഒരു സെക്കൻഡ്, അടുത്ത അഭിഷേക് ജേക്കബ് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്താണ്. ക്വിക്കായിട്ടൊന്ന് ചോദിക്കാമോ? ഹലോ സർ. ഉറക്കെ പറഞ്ഞോളൂ. ഓക്കെ സർ എൻ്റെ ക്വസ്റ്റ്യൻ സാറ് പറഞ്ഞ കേട്ടോണ്ടാണ്. സാറ് പറഞ്ഞു ഇപ്പം ഡോപ്പമിൻ്റെ യൂണിറ്റ് 5 ആണെങ്കിൽ അത് ADHD പ്രോബ്ലം ആണ് ഒപ്പം, റൈറ്റ്? അപ്പോൾ ഈ ADHD പ്രോബ്ലം പ്രൊഫഷണലി കെയർ ചെയ്താലേ മാറത്തുള്ളൂ, അല്ലെ നമ്മൾക്ക് പ്രാക്ടിക്കലി നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സിനോ ചേഞ്ച് ചെയ്തിട്ടോ മാറ്റാൻ നോക്കുമോ, അല്ല കൂട്ടാൻ നോക്കുമോ? യെസ്, എ വെരി വണ്ടർഫുൾ ക്വസ്റ്റ്യൻ. കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ. നമ്മളിപ്പോ ഡയബറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ, 220 ഷുഗർ ഉള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഇന്റൻസ് ആൻഡ് റിഗറസ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോളും എക്സർസൈസും ചെയ്താലും ചിലപ്പോൾ 120 ആക്കി മാറ്റാൻ പറ്റും ഇൻ 3 months അല്ലേ? The challenge is, will he be able to sustain that lifestyle change for the rest of his life continuously? അതിന് സാധിക്കുമെങ്കിൽ, അത്രയും ഡിറ്റർമിൻഡ് ആണെങ്കിൽ, നോ പ്രോബ്ലം, he doesn't even need medicines. Same applies for ADHD. പക്ഷെ അവിടെ ഒരു സംഗതി ഉള്ളത്, ഇപ്പോൾ 500 ഷുഗർ ഉള്ള ഒരാളുടെ അടുത്ത് ഇതേ കഥ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല, ബിക്കോസ് he may die.
ഇഫ് യു ഡോണ്ട് ഇന്റർവീൻ എന്ന് പറഞ്ഞാൽ. ഇഫ് ഇറ്റ് ഇസ് സിവിയർ ADHD, അത് മെഡിസിൻസ് കൊടുത്ത് തന്നെ ഈ ബ്രെയിനിലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. ഇഫ് ഇറ്റ് ഇസ് മൈൽഡ് ടു മോഡറേറ്റ് ADHD, വി ക്യാൻ ട്രൈ വിത്ത് ചേഞ്ച് ഓഫ് ഹാബിറ്റ്സ് ആൻഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, വിച്ച് മേ ഇൻക്ലൂഡ് at least 2 hours of aggressive physical activity with exposure to sunlight, absolute restriction of screen time, attention enhancement tasks. വളരെ ചെറിയ ചില കാര്യങ്ങൾ, ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ അരിക്കകത്ത് കുറച്ച് പയർ എടുത്തിട്ടിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ട് ഒരു ബ്ലോക്സിനകത്ത് കളർ അടിക്കുന്നതുള്ള കാര്യങ്ങൾ തൊട്ടുള്ള കാര്യങ്ങൾ തൊട്ട് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പൊ ഇത് വളരെ കൃത്യമായി സസ്റ്റെയിൻഡ് ആയിട്ട് നിലനിർത്തി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മൈൽഡ് ടു മോഡറേറ്റ് ADHD ക്യാൻ ഗെറ്റ് നോർമലൈസ്ഡ്. പക്ഷെ കുട്ടിക്ക് ആ ഒരു പ്രായത്തിൽ 5 or 6 വയസ്സിൽ അത്രയും ഡെഡിക്കേഷനും മോട്ടിവേഷനും കാണണമെന്നില്ല. പേരൻസ് ഷുഡ് ബി മോട്ടിവേറ്റഡ് ഫോർ ദാറ്റ്. ഇപ്പൊ 40 വയസ്സുള്ള ഒരാൾ 220 ഷുഗർ ഉള്ള ഒരാളിന് അദ്ദേഹം മോട്ടിവേറ്റഡ് ആയാൽ മതി ടു കൺട്രോൾ ഇറ്റ്. ബട്ട് ഫോർ ADHD ടു ബി കൺട്രോൾഡ്, പേരൻസ് ഷുഡ് ബി വെരി മോട്ടിവേറ്റഡ്. പറ്റുമെങ്കിൽ മൈൽഡ് ടു മോഡറേറ്റ് ADHD we can try without treatment, but for severe ADHD definitely treatment is needed. Thank you. Welcome, sir. Thanks. ചോദിച്ചോട്ടെ. കുറച്ചു മുമ്പ് ഒരാൾ ചോദിച്ചു തുടങ്ങിയല്ലോ, സുറുമിയാണോ? അതെ സാർ. പെട്ടെന്ന് ചോദിച്ചോളൂ. സാർ, ഈ നമ്മുടെ മൈൻഡിന്റെ ഹെൽത്തും മെന്റലി നമ്മൾ ഹെൽത്തും അതുപോലെ ഫിസിക്കലി ഹെൽത്തും ബ്രെയിനിനെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക, പിന്നെ സ്ലീപ്പിംഗ് ഇതില് എങ്ങനെയൊക്കെയാണ് ഒന്ന് പറയാമോ? ഓക്കെ, പറയാം. നോ ഹെൽത്ത് വിത്തൗട്ട് മെന്റൽ ഹെൽത്ത് എന്നാണ് WHO പറഞ്ഞിരിക്കുന്നത്. മാനസികാരോഗ്യമില്ലാതെ ഒരു ആരോഗ്യവുമില്ല. പിന്നെ ബ്രെയിൻ ഇസ് ദ സീറ്റ് ഓഫ് മൈൻഡ്. ബ്രെയിനിന്റെ പ്രവർത്തനമാണ് മനസ്സെന്ന് പറയുന്നത്, മറ്റൊന്നുമല്ല. അതും മനസ്സിലാക്കണം. അപ്പൊ പക്ഷെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു അവയവത്തിന് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുമോ? ഇല്ല. ബ്രെയിനിന് ബ്ലഡ് കിട്ടണം. ബ്ലഡ് കിട്ടണമെങ്കിൽ ഹാർട്ട് ജോലി ചെയ്യണം, അല്ലേ? ശരീരത്തിലുള്ള വേസ്റ്റുകൾ പുറന്തള്ളാൻ വേണ്ടി കിഡ്നിയും ലിവറും ജോലി ചെയ്യണം. ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ജോലി ചെയ്താലേ ഇത് പോകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഗതി ഫിസിക്കൽ ഹെൽത്തുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ 500 or 600 ഷുഗർ ഉള്ള ഒരാളിന് ചിലപ്പം ബ്രെയിനിന്റെ ഫംഗ്ഷനിങ് നേരെ ആവണമെന്നില്ല. അയാൾ പിച്ചും പേയും പറയുന്ന ഒരു അവസ്ഥ വരാം. ദാറ്റ് ഇസ് കോൾഡ് ഡെലീരിയം. തിരിച്ചു വരാം. മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നിട്ട്, ഡെലീരിയം എന്ന് പറഞ്ഞാൽ സ്ഥലകാല ബോധമില്ലായ്മ. നമുക്ക് ചുറ്റും ഇരിക്കുന്ന ആളാരാന്നറിയില്ല, സ്ഥലം തിരിച്ചറിയില്ല, സമയം തിരിച്ചറിയില്ല, ഇടയ്ക്ക് ഇങ്ങനെ മയങ്ങിപ്പോവും, ഇടയ്ക്ക് ഇങ്ങനെ ഉണരും. അതാണ് ഡെലീരിയം എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇതില് നമ്മള് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഭയങ്കരമായിട്ട് മനസ്സ് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ കൂടും, ബ്ലഡ് ഷുഗർ കൂടും. അപ്പൊ അങ്ങനെ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ശരീരത്തെയും ബാധിക്കും. അപ്പൊ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കും. പിന്നെ സ്ലീപ്പിന്റെ കാര്യം, 7 to 9 hours ഓഫ് റെസ്റ്റോറേറ്റീവ് സ്ലീപ്പാണ് വേണ്ടത്. നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാം. അതിന് സ്ലീപ്പ് ഹൈജീൻ ടെക്നിക്സ്, നിദ്രാശുചിത്വ വ്യായാമങ്ങൾ എന്ന് പറയും. കൃത്യമായ ഒരു സമയത്ത് ഉറങ്ങാൻ കിടക്കുക, കൃത്യമായ സമയത്ത് ഉണരുക. അറ്റ്ലീസ്റ്റ് 6 days in a week. ഡോണ്ട് ചേഞ്ച് ദ ടൈം ഓഫ് യുവർ സ്ലീപ്പ്. വേൾഡ് കപ്പ് വരുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ഇരുന്ന് രാത്രിയിൽ ഒരുപാട് നേരം ഇരുന്ന് കാണരുതെന്നാണ് അർത്ഥം. പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലെന്നറിയാം, പറയാനുള്ള ഞാൻ പറയും. 2, ഉറങ്ങുന്ന സ്ഥലം ഒരു ഫിക്സഡ് സ്ഥലത്ത് തന്നെ ഇരുന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. 3, വൈകിട്ട് 4 മണി കഴിഞ്ഞ് ചായ, കാപ്പി, കോള, ഈ 3 സാധനങ്ങളും ഒഴിവാക്കണം. കാരണം അത് രാത്രിയിൽ ഉറക്കം വരുന്നത് തടയും. 4, ഉറങ്ങുന്നതിന് 5 to 6 hours മുമ്പ് ഒരു 1 hour എങ്കിലും നന്നായി ശരീരം വിയർക്കുന്ന തരത്തിൽ ഫിസിക്കൽ ആക്ടിവിറ്റി എൻഗേജ് ചെയ്യണം. 5, ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിൽ കൊള്ളുമ്പോൾ രക്തക്കൊഴലുകൾ ഒന്ന് വികസിക്കും, തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ അതൊന്ന് ചുരുങ്ങും. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ ഓരോന്ന് അടിഞ്ഞുകൂടി രക്തക്കുഴൽ അടയുന്നത് തടയാൻ പറ്റും. ഇനി കിടക്കുന്നതിന് തൊട്ട് മുൻപ് എന്തെങ്കിലും ഒരു റിലാക്സേഷൻ എക്സർസൈസ്, സം ഡീപ് ബ്രീത്തിങ് ഓർ സംതിങ് ചെയ്തിട്ട് കിടക്കാം. കിടക്കുന്നതിന് തൊട്ട് മുൻപുള്ള 1 hour അവോയ്ഡ് ഓൾ വിഷ്വൽ മീഡിയ, മൊബൈൽ, ഐപാഡ്, ടാബ്ലറ്റ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, TV, എവറിഥിങ് അവോയ്ഡ് ഫോർ 1 hour ബിഫോർ ബെഡ്. ഇത്രയും കാര്യങ്ങളാണ് സ്ലീപ്പ് ഹൈജീൻ. താങ്ക് യു. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ ടോക്ക് ഒരു 9 വരെ കൊണ്ടുപോകാൻ പറ്റുമോ? 10 minute വരെ? പിന്നെത്താ, ഓക്കെ, അപ്പൊ കുറച്ചു പേർക്ക് കൂടെ ചാൻസ് കിട്ടും. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോവാം. ഹയാൻ. സാർ, അപ്പൊ ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു.
അപ്പൊ ഈ ചില ആൾക്കാർക്ക് ഒരു മീൻസ് ഒരു 2 മന്ത് 3 മന്ത് ഒക്കെ വരെ ഉറക്കം കിട്ടാതിരിക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പൊ അവർക്ക് എന്താ ചെയ്യേണ്ടത്? വല്ല ട്രിപ്സോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിനോടോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഇത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം തീരെ ഇല്ലാതിരുന്നാൽ, ഒന്ന്, അപസ്മാരം, സീഷേഴ്സ് എന്ന് പറഞ്ഞൊരു സംഗതി വരാം. 2, മൂഡ് ഡിസോർഡേഴ്സ്, മനസ്സിന്റെ വൈകാരിക അവസ്ഥ താളം തെറ്റി നമ്മൾ ഭയങ്കര ഓവർ സംസാരവും അക്രമ സ്വഭാവവും ഒക്കെ വരുന്ന ഒരു സംഗതി വരാം. അതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ തൊട്ട് മുമ്പേ ഉള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ സ്ലീപ്പ് ഹൈജീൻ ടിപ്സ്, അതാണ് ആദ്യം നമ്മൾ ചെയ്ത് നോക്കേണ്ടത്. അത് ചെയ്ത് നോക്കിയിട്ടും കാര്യങ്ങൾ ശരിയാവുന്നില്ലെങ്കിൽ അതൊരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടണം. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് പല കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് വരാം. എല്ലാ ഉറക്കക്കുറവിനും ഒരു ഉറക്ക ഗുളിക കഴിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് യു ടേക്ക് പാരസെറ്റമോൾ ഫോർ ഓൾ ഫീവേഴ്സ് എന്നുള്ളതല്ല. ഇത് പല കാരണങ്ങൾ കൊണ്ട് ഉറക്കക്കുറവ് വരാം. ആങ്സൈറ്റി കൊണ്ടുവരാം, ഡിപ്രഷൻ കൊണ്ടുവരാം, സൈക്കോസിസ് കൊണ്ടുവരാം, മാനിയ കൊണ്ടുവരാം, ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി ബ്രെയിനിന് കേടുവന്നുകൊണ്ട് വരാം. ഇതിനെല്ലാത്തിനും വ്യത്യസ്ത ട്രീറ്റ്മെന്റുകളാണ്. സോ വാട്ട് ഇസ് ദ ഫണ്ടമെന്റൽ റീസൺ ഫോർ ദ സ്ലീപ്പ് ഡിപ്രൈവേഷൻ? അതിനനുസരിച്ചിട്ട് വേണം ട്രീറ്റ്മെന്റ്. താങ്ക് യു. ഓക്കെ, സർ, ഫാത്തിമ നേരത്തെ ചോദിച്ചതല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ആ, അത് ഈ ADHDയും അതേപോലെ ഡിപ്രഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? രണ്ടും രണ്ട് വ്യത്യസ്ത സംഗതികളാണ്. പക്ഷേ ADHD ചികിത്സിക്കാതെ ഇരുന്നാൽ ഭാവിയിൽ അതിൽ ചെറിയൊരു ശതമാനം ആളുകൾക്ക് ഡിപ്രഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതിപ്പം ADHD മാത്രമല്ല, എനി ക്രോണിക് ഇൽനെസ്, ശാരീരികമോ മാനസികമോ ആയ ദീർഘകാലമായി നിൽക്കുന്ന ഏത് അസുഖവും ഡിപ്രഷന് വഴിതെളിക്കാം. ഡയബറ്റിസ് പോലും ദീർഘകാലം ചികിത്സിക്കാതിരുന്നാൽ അത് ഡിപ്രഷനിലേക്ക് വഴിതെളിക്കാം. ആ ഒരു പോസിബിലിറ്റി. ഓക്കെ സർ. ഓക്കെ. അയാൻ ചോദിച്ചായിരുന്നോ? അയാൻ, എന്നാ പിന്നെ അടുത്ത ആള് ചോദിക്കും. വോയിസ് ലോ ആണ്, കുറച്ച് ലൗഡായിട്ട് ചോദിക്കാം. റയൻ മലപ്പുറത്ത് നിന്നല്ലേ? ജിൽഫറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ, അതെ, അതായത് ജില്ലക്കാരെ കോണ്ടാക്ട് ചെയ്യുക ഈ പ്രോസസ് സംബന്ധിച്ചുള്ള ഡൗട്ടുകൾക്ക്. അഭിഹേൽ ഇല്ല. തന്മയ മനോജ്. Hi, can you hear me? കേൾക്കാം. Please. So my project is based on environmentalism and it's being deployed through an app. So you have discussed managing screen time and devices. So I was wondering, how can I optimize my app to avoid any of the negative effects that you have mentioned? So what we can do is you can design your app in such a way that if the optimum screen time is exceeded for that age, some alarm signals are being set some way. It can be a sound alarm, or it can be an uncomfortable impulse, or whatever it is. So like that. So and again, there is something called cumulative screen time. If due to any reason a person has to use screen excessively for one day, you have to compensate it the very next day so that the total average screen time in the 1 week time does not exceed, maybe for a person between 6 to 18 years, doesn't exceed 14 hours. ആ രീതിയിൽ അത് സെറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അഥവാ എന്തെങ്കിലും കാരണവശാൽ കൂടുതൽ ടൈം കഴിഞ്ഞാൽ ഒരു ബാക്കിയുള്ള ദിവസങ്ങൾ കോമ്പൻസേറ്റ് ചെയ്ത് മാനേജ് ആ രീതിയിലാണ് സെറ്റ്സ്. താങ്ക് യു. Okay, thank you. One more doubt. Yes. Could you offer some advice on how we can motivate the users of the app to take action for the environment, or how to motivate people to cause changes? തീർച്ചയായിട്ടും. കാരണം ഇക്കോളജിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞൊരു സാധനം probably the most important thing, because unless the world is not there, you are not there.
There is this philosophy which is there in some African countries called Ubuntu. Ubuntu means I am there because you are there. So that kind of a feeling, Problem with our style of education and the way in which our children are brought up is that it's a fiercely competitive environment in which you foster self-efficacy at the cost of group dynamics. അപ്പൊ ആ ഒരു പ്രശ്നം ഇതിൽ നമ്മളൊരു ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വി ക്യാൻ സെറ്റ് എ ടാർഗറ്റ്. ആപ്പ് യൂസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മേ ബി ഫോർ ദ വീക്കെൻഡ് എ ടാർഗറ്റ് ക്യാൻ ബി സെറ്റ്. ആൻഡ് ഇഫ് ദാറ്റ് ടാർഗറ്റ് ഇസ് അച്ചീവ്ഡ്, some kind of an incentivization, some form of that. It need not be money or prize or anything, maybe a word of appreciation or even a digitally created certificate that you have contributed to the world. Your life is meaningful or something like that, So any form of appreciation matters because human beings, recognition as an individual person is what matters. Again, thanks to the way in which you are brought up. സോ ദാറ്റ് കൈൻഡ് ഓഫ് അങ്ങനത്തെ ഒരു സെറ്റും കൂടെ അതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു വീക്കെൻഡിൽ എല്ലാ സൺഡേസിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആയിട്ട് വരും. അതൊരു 3 to 4 weeks കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ ദാറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അവർ ഹാബിറ്റ്. നമ്മളിപ്പോ ഒരു ഗാർഡൻ തുടങ്ങുന്നു, അങ്ങനത്തെ ഒരു സാധനം, അല്ലെ ഒരു ചെടി നട്ട് വളർത്തുന്നു, അതിന്റെ ഓരോ സ്റ്റേജസും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോട്ടോ എടുത്ത ആപ്പിൽ ഇടണം. And there is a competition internally in that direction. So ഈ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിനെ തന്നെ വളരെ ക്രിയേറ്റീവായ രീതിയിൽ എൻവയൺമെന്റിനെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചാനലൈസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരാം. Okay, thank you so much. Okay, so I think നമുക്ക് സമയക്കുറവുണ്ട്. ഇവിടെ Q&A നിർത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഡോക്ടർ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാം. പീപ്പിൾ വിൽ സ്റ്റിൽ ഹാവ് ക്വസ്റ്റ്യൻസ്, സ്റ്റുഡൻസ് വിൽ ഡെഫിനറ്റ്ലി ഹാവ് മോർ ക്വസ്റ്റ്യൻസ്. അതെല്ലാം അവര് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട്, അതായത് ജില്ലയിലെ എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, നമ്മുടെ YAPയുടെ എക്സിക്യൂട്ടീവ്സിന് ഇമെയിൽ ചെയ്യുക. സോ അത് കളക്ട് ചെയ്തിട്ട് ആൻഡ് നമ്മൾ ഡെഫിനറ്റ്ലി ദി മെറിറ്റോറിയസ് വൺസ് പറ്റുമെങ്കിൽ ഡോക്ടറിനെ കോണ്ടാക്ട് ചെയ്ത് അതിനുള്ള സമാധാനം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ആ വിധത്തിൽ അത് അഡ്രസ് ചെയ്യാൻ തോന്നുന്നു. ബിക്കോസ് ഗിവൺ ഇത്ര ഇൻട്രസ്റ്റിംഗ് ഒരു ടോക്കും ഫ്രോം ദ ക്വസ്റ്റ്യൻസ് ഓൾസോ we could gauge that people were really hooked to it and all of us could go on and on. പിന്നെ അതെ, since it's already 1.5 hours നമുക്ക് ഇവിടെ wind up ചെയ്യാം. So let me take this opportunity to thank Dr. Arun B. Nair on behalf of all of us here from the YAP community for sparing his time for an hour and a half, for engaging us. വളരെ വിജ്ഞാനപ്രദമായിട്ട് ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ദാറ്റ് ഓൾസോ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത്, പങ്കെടുക്കാൻ പറ്റാത്തവരുടെ ഗ്രൂപ്പുകളുണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പുകളെല്ലാം ഷെയർ ചെയ്തിട്ട് സോ പീപ്പിൾ ക്യാൻ അഗെയിൻ സീ ആൻഡ് ഗെറ്റ് all those insights. ആ ഇൻസൈറ്റ്സിന്റെ വെളിച്ചത്തിൽ ചിന്തിച്ച് നമ്മുടെ 4-5 കാര്യങ്ങളാണ് YAP നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മകമായിട്ട് അതിനെ സമീപിക്കുക, പിന്നെ ക്രിയേറ്റിവിറ്റി, കൊളാബറേഷൻ, ടീം ആക്ടിവിറ്റി ആണ്, ഒറ്റയ്ക്കല്ല ഐഡിയ സബ്മിറ്റ് ചെയ്യുന്നത്. 2 തൊട്ട് 3 പേര് സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും 2 മുതൽ 5 പേര് വരെ. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് കോഴ്സ്. ഇപ്പൊ ഈ 4 ചോദിക്കുക, ഇപ്പൊ ഡോക്ടറോട് ചോദിക്കുന്ന പോലെ അവർക്ക് ടീച്ചറിനോട് ചോദിക്കാം. വേറെ നമ്മുടെ ഇക്കോ സിസ്റ്റത്തില് പല ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങി നിഷ്, ഇങ്ങനെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സ്ഥാപനങ്ങൾ നമ്മുടെ ഇക്കോ സിസ്റ്റത്തിലുണ്ട്. ഈ സംഭാഷണങ്ങൾ, ഡയലോഗ് എല്ലാം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ YAP ടീമിന്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത്. സോ ദാറ്റ് അർത്ഥവത്തുള്ള ഗുണമേന്മയുള്ള ഐഡിയാസ് വരികയും അതൊക്കെ ഭാവിയിൽ കേരള വികസനത്തിനും നാടിന്റെ വികസനത്തിനും ഉതകുന്നതായി മാറുകയും ചെയ്യും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് YAP മുന്നോട്ട് പോകുന്നത്. സോ താങ്ക് യു എവരിബഡി ആൻഡ് ഗുഡ് നൈറ്റ്. Thank you, sir. Good night. Bye.